ഡയറക്ടർ ലുക്കിന് തൊപ്പി, കൂളിംഗ് ഗ്ലാസ്, ക്ലാപ്പ് ബോർഡ്, വാച്ച്, മോതിരം, അല്ല മൊബൈൽ വർക്ക് ചെയ്യില്ലേ? കുഴപ്പമില്ല, ഇപ്പോ ഒരു ഡയറക്ടർ ലുക്കായി. ഓക്കെ, പോകാം. ഓ, നിങ്ങളായിനാ ഈ കുപ്പായം കാൽസറായി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ബുഷ് അണ്ണായുധം വെക്കാൻ വന്നായിരിക്കും. നിങ്ങൾ അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ബാപ്പ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത്ര വിവരല്ലേ ഉള്ളൂ. ഇതെന്ത് താക്കോൽ ഇംഗ്ലീഷ് പറയും. അത് മനസ്സിലായി, പക്ഷെ എനിക്കിതെന്തിനാ? മുതലാളി എന്ന് കട തുറക്കണം, തോട്ടുമുക്കൽ അതിരവാൻ വരും, ഒന്ന് മുടിവെട്ടണം, ചെലപ്പോ താടിയും പഠിക്കേണ്ടി വരും. എന്തേ എന്താണ്ടാ അനക്ക് ഇന്നലെ വരെ ഇല്ലാത്തൊരു ഭാവം? തൽക്കാലം അഹംഭാവാണെന്ന് കരുതിയാൽ മതി. എന്റെ ഈ സുന്ദരമായിട്ടുള്ള മുഖത്ത് നോക്കി കണ്ണി കണ്ടവന്റെ ഒക്കെ മുടിയും താടിയും പഠിക്കാൻ പറയാൻ ബാപ്പാക്ക് എന്താ ലജ്ജ? ഇന്നലെ വരെ ഞാനൊരു ബാർബർ ആയിരുന്നിരിക്കാം, പക്ഷേ ഇന്ന് മുതൽ ഞാനൊരു ഡയറക്ടറാണ്. എന്തിന്റെ മോനെ? ഈ സിനിമ, സീരിയൽ, ആൽബം തുടങ്ങി ഒട്ടനവധി വിഷ്വൽസിന്റെ സംവിധായകനാവാൻ പോകുന്നവനാണ് ഈ ജമാൽ രംഗത്ത്. നേരെ താടി പഠിക്കാൻ അറിയാത്ത നീ എങ്ങനാടാ സംവിധാനിക്കാൻ പോണത്? ഓ പിന്നെ, സൂപ്പർ സംവിധായകരൊക്കെ ക്ഷൗരം ചെയ്തിട്ടല്ലേ ഈ നിലയിലെത്തിയത്. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി, ഹോളിവുഡ് സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഞാൻ ബാർബർ പണി നിർത്തി. ഗുഡ് ബൈ ബാർബർ ഡാഡ്. ഓ, പിന്നെ പുറകെന്ന് വിളിച്ചു. എന്താണുമ്മ ഒരു നല്ല കാര്യത്തിനുമ്മ പുറകെന്ന് വിളിക്കരുത് 100 പ്രാവശ്യം പറഞ്ഞില്ലേ? ഇത് കുടിച്ചിട്ട് പോമാനെ. ഈയാണോ ഓനെ നശിപ്പിക്കണേ? പിന്നെ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ടാ നശിക്കാൻ പോണ്. നിങ്ങളെ വർത്താനം കേട്ടാ തോന്നുന്നു ഞമ്മളോന് കൊടുത്തത് കള്ളാണെന്ന്. മതി. ഈ പോക്ക് പോയാൽ ഓൻ അതും അതിനപ്പുറത്തും എത്തും. ഓനറിയാതാ ഹറാമാണെന്നൊക്കെ ഇല്ലടാ. പിന്നെ ഇതെന്താണ്ട ഒരു മരക്കഷ്ണം? ഇത് മരക്കഷ്ണല്ലോ, ഇതാണ് ക്ലാപ്പ് ബോർഡ്. ഇനി എന്റെ പണിയായുധം ഇതാണ്. അന്റെ പണിയായുധം കത്രിയല്ലടാ. ഇമ്മ ഞാൻ ആ പണിയൊക്കെ നിർത്തി. ഇനിയിപ്പോ ഞാൻ സംവിധായകനാണ്. സംവിധായകനോ? യെസ് മാം, ഞാനൊരു ആൽബം എടുക്കാൻ പോകുന്നു. ഒരാൽബത്ത് പൊക്കാനാണോ ഈ ഇമ്മാരത്തെ വേഷമൊക്കെ കെട്ടി നടക്കുന്നത്? ഉമ്മ ഉദ്ദേശിച്ചത് ഈ ഫോട്ടോ ആൽബം, ഈ എടുത്താ പൊങ്ങാത്തത്. ഇതല്ല, ഇത് ടി വിയിലൊക്കെ ഉമ്മ കണ്ടല്ലേ ഈ പെമ്പിള്ളേർ ഇങ്ങനെ തട്ടൊക്കെ ഇട്ടിട്ട് പറന്നു നടക്കണത്. ആൽബം, വിഷ്വൽസ്, അത് ഞാൻ സംവിധാനിക്കാൻ പോകുന്നു. അത് ഹിറ്റായാൽ പിന്നെ ഒരു മലയാള സിനിമ, പിന്നെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷ്, അങ്ങനെ അങ്ങോട്ട് പോകും. നന്നായി മോനെ. നിനക്കറിയോ അപ്പുറത്തെ വീട്ടിലെ കദീസ്താത്തന്റെ മോനുണ്ടല്ലോ സുൽഫിക്കർ, ഓനൊരു ആൽബത്തിൽ വന്നൊന്ന് കൂട്ടത്തിൽ നിന്നിട്ടുള്ളൂ. അയ്യേ, അപ്പോഴത്തേനോളൊരു കിഫർ ധൈര്യമായിട്ട് സംവിധാനിച്ചോ. അല്ലാതെ ഈ മനുഷ്യന്റെ മാതിരി കാലാകാലം ആരാന്റെ താടി മുടിയും വെട്ടി നടന്നാലേ ഇക്കാലത്ത് ഒന്നും കിട്ടാൻ പോണില്ല. ഇനി പാലിന് പകരം ഈ 2 ഗ്ലാസ് കള്ളു കുടിച്ചാലും മാറ്റി. എന്റെ മനസ്സാക്കുന്ന ബക്കറ്റിലേക്ക് ചില വരികൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആശയങ്ങളുടെ സോപ്പ് പൊടിയും പ്രാസങ്ങളുടെ തുള്ളിനിലവും ചേർത്ത് ഞാൻ എന്റെ ഭാവനയുടെ അലക്കുകല്ലിട്ട് പതപ്പിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. വരികൾ തീർന്നല്ല, അഴയിൽ ഞാൻ വിരിച്ചിട്ട് അത് ഞാൻ ഉണക്കും. പിന്നെ ഈ സംവിധാനം പോലെ എളുപ്പമുള്ള ജോലിയല്ലേ ഈ പാട്ടെഴുത്ത്. പിന്നെ വയലാറിന്റെയും ONV യുടെയും വരികളിൽ ബിച്ചു തിരുമലയും കൈതപ്രത്തെയും കുത്തിത്തിരികി അനിൽ പനച്ചൂരാനാക്കി ഇറക്കാൻ വലിയ പണിയല്ലേ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ ബറാബറുടെ മോനെ? ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടോ? എന്നാ കേട്ടോ, കൈരളിയുടെ ഷൂട്ട് ആൻഡ് ഷോ, ഏഷ്യാനെറ്റിന്റെ സിനിമ ഡയറി, അമൃതയുടെ മൂവി ബസാർ, കിരൺ ടിവിയിലെ ഫിലിം ന്യൂസ് തുടങ്ങി ചാനലുകളിൽ വരുന്ന എല്ലാ സിനിമാ പരിപാടികളും കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഈ ബാർബർ പണിയൊക്കെ തന്നെയാണ് സിനിമ. രണ്ടിലും കട്ടിക്കുണ്ട്, ഒന്നിലും മുടിയും മറ്റേലും ഫിലിമാണെന്ന് മാത്രം. എന്നാ എന്റെ ഈ ഫിലിം നീ ഒന്ന് കട്ട് ചെയ്ത് തരാം. അതെ, നീ അവിടെ കളഞ്ഞില്ലേ എന്റെ ബാപ്പാടെ ഒരു കവിത, അത് ആദ്യം അലക്കി വെളുപ്പിക്കും, എന്നിട്ട് ഞാൻ ഈ ഫിലിം കട്ട് ചെയ്യാം. മതി, കുത്തി നോവിക്കല്ലേ. നീ ഏതായാലും കടയിലേക്ക് പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നേക്കാം. പറഞ്ഞോട്ടോ. ജമാൽ സലൂൺ, ഒരു സംവിധായകന്റെ പേര് ബാർബർ ഷാപ്പിന് കൊള്ളാം. സ്വന്തം പേരിൽ ഈ എന്നെ കരിവാരി തേക്കുക. പിന്നെ സ്റ്റാർ ഹോട്ടലിലെ എന്നെ പിടിച്ച് ബ്രാൻഡ് അംബാസഡർ ആക്കാൻ മിണ്ടാണ്ട് പോ. അന്റെ പേരിട്ടേന് ഞാന് സുബൈദ് എത്ര കരഞ്ഞതാ. ഒരാണല്ലേന്ന് പറഞ്ഞ് ബാപ്പിയിട്ട പേരാ അത്. ആളാ ഇങ്ങനെ. ഞാൻ മാറിത്തരാം, രണ്ടുപേരും മാറി മാറി ഇട്ടോ. എന്റെ കാരിയർ നശിപ്പിക്കാൻ വേണ്ടി വാപ്പ തുടങ്ങിയ ഒരു സ്ഥാപനം. ഇത്താത്തെന്തിനായിരുന്നു മോങ്ങണത്? അളിയൻ തല്ലിയോ? മൂപ്പര് എന്നെ പൊന്നുപോലെ നോക്കണത്. എന്നാ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ചിലപ്പോ അളിയൻ കൊണ്ടുപോയി പണയം വെക്കും. ഇത്താത്ത കരയാണ്ട് കാര്യം പറ. ഈ നാട്ടുകാർ കണ്ട ബോറ. വഴിയാധാരാക്കാനാണോ നിന്റെ ബാപ്പാന്റെ പദ്ധതി? ഇത്താത്ത വഴിയാധാരം ആകാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മുടെ വീടിന്റെ ആധാരം കൊണ്ടുപോയി ബാങ്കിൽ വെച്ചത്. ഇത്താത്തയുടെ വർത്താനം കേട്ടാ തോന്നുന്നു അലമാര മുഴുവൻ പണം ഉണ്ടായിട്ട് എടുത്തു കൊടുക്കാത്തേരുന്നു. അല്ല, ഇതൊക്കെ ഇത്താത്തക്ക് അറിഞ്ഞൂടെ? ഞാനോ നീ അറിഞ്ഞിട്ടെന്താ, അവരും കൂടി അറിയണ്ടേ?
ഇതൊക്കെ നമുക്ക് നയത്തിൽ അറിയിക്കാം. എന്നാ പൂർത്തിയായി. നീ അങ്ങനെ ആരെ അറിയിക്കാനൊന്നും നിൽക്കണ്ട. വാക്ക് പറഞ്ഞ് പാലിക്കാദ്യം. നമ്മൾ പറഞ്ഞ സ്ത്രീധന നയാ പൈസ തീർത്തു കൊടുത്തില്ലേ, പിന്നെന്താ? അതോടെ എനിക്ക് പെങ്ങളില്ലാണ്ടായല്ലോ. എനിക്കിത് വേണം. എന്റെ കാലിൽ അരണ കടിച്ചപ്പോ ഒരു രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് മരുന്ന് വെച്ചോളാം ഞാൻ. എനിക്ക് ഇങ്ങനെ തന്നെ വേണം. എന്റെ ഇത്താത്ത കരയല്ലേ. അതെ, ഞാനൊരു ആൽബം സംവിധാനിക്കാൻ പോവാ. ആ വകയിൽ എന്തെങ്കിലും കിട്ടുമ്പോ തരാം. ആ മതി. തൽക്കാലം മൂപ്പരെ വീട്ടിൽ കഴിയാൻ ഈ കച്ചത്തുരുമ്പ് മതി. ഒടുക്കം പറഞ്ഞ വാക്ക് തുരുമ്പെടുക്കരുത്. അത് ഞാനിട്ട്. വിനീത് ശ്രീനിവാസനാണോ അതോ താജുദ്ദീനോ? എന്ത് പാടുന്നതേ? അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ. ഇത്താത്ത ചെല്ല്. പോക്കറ്റിൽ എന്താടാ? പോക്കറ്റില്ല, ടീഷർട്ടാണ്. ഇനി പറഞ്ഞ വാക്ക് മാറ്റരുത്. ശരി. അന്ന് അരണ കടിച്ചപ്പോ അരണ കടിച്ച് സമ്മതിച്ച്. ഇതിലും ഭേദം പാമ്പ് കടിക്കലായിരുന്നു. പോടാ. ഓ പിശാച്. അളിയോയ്. ഓ എന്റെ അളിയനെ കൂടെ കൊണ്ടുവിടുന്ന് നശിപ്പിക്കണവന്മാര്. നിങ്ങൾ എന്താ മനുഷ്യ ജമാലിന്റെ അടുത്തേക്ക് വരാതിരുന്നത്? ഓ അതോ എടി, ഞാൻ ജമാലിന്റെ അടിക്കൊന്ന് കാശ് വെച്ചിരുന്ന ചിലപ്പോ ഞങ്ങൾ തമ്മിൽ ഉടക്കും, പിന്നെ അലമ്പാകും. അവസാനം ഒരു അളിയനെ തല്ലിയെന്നുള്ള കംപ്ലൈന്റ് കേൾക്കാൻ കഴിയാത്തോണ്ട്. നിങ്ങൾ അവരെ തല്ലുന്ന? ഞാൻ തല്ലൊന്നല്ല, ഞാൻ ചിലപ്പോ അവന്റെ അടുക്കൽ പോയി കാശ് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ തല്ലും. അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? ഒക്കെ ശരിയായി തരാന്ന് പറഞ്ഞിട്ട്. എങ്ങനെ? അവ ആൽബം സംവിധാനം ചെയ്യാൻ പോണ്ടത്രേ. ഓ ടിവിയിലൊക്കെ വരുന്ന പാട്ട് അതേന്ന് സംവിധാനം ചെയ്യുന്നോ? ആ മനസ്സിലായി. നമ്മുടെ ജമാലാ? വരി. ഹലോ ഹലോ. ആ കേൾക്കാം. ഇപ്പൊ റേഞ്ചായി. ആ പ്രൊഡക്ഷൻ കൺട്രോൾ 10 ആ സാറേ, നേരത്തെ പറഞ്ഞ ഡയറക്ടർ റെഡി ആയിട്ടുണ്ട്. ആ ക്യാമറമാൻ റെഡി, ആർട്ടിസ്റ്റുകളെല്ലാം റെഡി, ആ ലൊക്കേഷൻ വരെ റെഡി. ആ അത് പിന്നെ ഇനി റെഡി ആവാനായിട്ട് പ്രൊഡ്യൂസർ മാത്രം കിട്ടിയിട്ടില്ല സാർ, അതുകൊണ്ട് വിളിച്ചതാ. ഓ എന്താ തിരക്ക്? ഹലോ, അത് ഞാൻ പറഞ്ഞില്ലേ. അയ്യോ, ആ പ്രൊജക്ട് നന്നാവണമെങ്കിലേ ആ ഫിലിപ്പല്ലേ, അതെ, ആ പ്രൊജക്ട് നന്നാവണമെങ്കിൽ ആ നായകനെ മാറ്റിക്കളയണം. ഞാൻ എന്നെ പറഞ്ഞാൽ അയാൾ ശരിയല്ലാന്ന്. ആ ക്യാമറമാനെ മാറ്റിക്കളാ. ആ പറ്റൂന്നുണ്ടെങ്കിൽ ആ ഡയറക്ടർ മാറ്റിക്കളാ. മാറ്റിന്നോ? ഓക്കെ. ആരെ മാറ്റിന്ന്? എന്നെ മാറ്റിന്ന? മമ്മൂക്ക മത്തായി 15-16-17. അതെ, അടുത്ത മാസം. ആ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അല്ല, ഈ ജോർജിന്റെ കയ്യിൽ ഞാൻ 30 ലക്ഷം അഡ്വാൻസ് കൊടുത്തല്ലോ. 30 ലക്ഷം വേണമെന്നാ? 30 രൂപയെ? വെറും 30 രൂപയെ? ആരാന്ന് ചേച്ചാണ്? സിനിമയുടെ മമ്മൂക്കല്ല, ഓട്ടോക്കാരൻ മമ്മൂക്കാണ്. ആ കാശ് കൊടുക്കാൻ 30 രൂപ. പിന്നെ തരാന്ന് പറ. അയ്യോ, ദിലീപ്. ഹലോ, ഹായ് ദിലു. ഞാൻ മത്തായി. പടം കണ്ടിരുന്നു, അസലായി. കൽക്കി. അതെ. പക്ഷെ എനിക്ക് ആ പേരിനോട് മാത്രം എനിക്ക് ആ പേര് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെ, ആ 2020 മാറ്റിയിട്ട് ടോട്ടൽ 40 ഇട്ടാ മതിയായിരുന്നു. അതെ, വെറും 40. അതെ, അടുത്ത പടത്തിൽ ഞാൻ തന്നെ വർക്ക് ചെയ്യേ. ഓക്കെ. രാവിലെ 10 മണിക്ക് എത്താന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ 12 മണിയായി. കൃത്യനിഷ്ഠ അത് മത്തായുടെ ഒരു വീക്ക്നെസ് ആണ്, മനസ്സിലായ? ഇതാണ് ഞാൻ പറഞ്ഞ ഡയറക്ടർ ജമാൽ രണ്ടത്താണി. ഓഹോ, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ മത്തായി. ആ പിന്നെ രണ്ടത്താണി അവസാനമായി ചെയ്ത വർക്ക് ഏതാണ്? ആക്ച്വലി ഞാൻ ആദ്യമായാണ് എന്ന ആൽബമാണ് അവസാനമായിട്ട് ചെയ്തത്. പിന്നെ ബാർബറന്മാരെ ഇതിലെ എന്ന ഷോർട്ട് ഫിലിമിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രാത്രി വണ്ടി, പുലർച്ചയ്ക്ക് മുമ്പ്, നട്ടപ്പാതിര, ഉച്ചയ്ക്ക് ശേഷം, ഇനി അവൾ ഉറങ്ങട്ടെ. ഇതെല്ലാം ഞാൻ ചെയ്ത പടങ്ങളല്ലേ, എല്ലാം ബോക്സ് ഓഫീസ് ഹിറ്റല്ലേ. ഈ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ മാത്രല്ല, ആരും കണ്ടിട്ടില്ല. പിന്നെ ഇയാൾ പറഞ്ഞു ബോക്സ് ഓഫീസ് ഹിറ്റ്. സുഹൃത്തെ, ഈ ബോക്സ് ഓഫീസിൽ കിടന്ന് ഹിറ്റായെന്നാ ഞാൻ പറഞ്ഞത്. അതിനാണ് ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറയുന്നത്. അതെ, ഈ പ്രൊഡ്യൂസർക്ക് വല്ല വീക്ക്നെസ് ഉണ്ടോ? അയാള് പക്കാ ഡീസന്റാ. പിന്നെ മത്തായിച്ചേട്ടും രാത്രി പടങ്ങളുടെ കാര്യങ്ങളൊന്നും അവിടെ പറയരുത് കേട്ടോ. പറയോ? ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസർ മായിനാജി. ഞമ്മള് മായിനാജി പാവപ്പെട്ടൊരു നിർമ്മാതാവാണ്. ഇത് ജമാൽ രണ്ടത്താണി, സ്പെഷ്യൽ ജൂറി അവാർഡ് വരെ കിട്ടിയ സംവിധായകനാ. ജൂറി നമ്മളെമ്പാടും കേട്ടിക്കണ്, പക്ഷെ ഇന്ത് വരെ സാധനം നമ്മൾ കണ്ടിട്ടില്ല. പോയമോനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ധൈര്യമായിട്ട് കടന്നോളി. നേരത്തെ തീരുമാനിച്ച പോലെ നമ്മളൊരു മുസ്ലിം ആൽബം പുറത്തിറക്കുന്നു. ഓ അത് മതി, ലാഭം കിട്ടൂലേ? ഓ അതേ കിട്ടൂ. മാഹിനാജിക്ക് അറിയോ, ഈ CD കമ്പനിക്കാരെല്ലാം എന്റെ പുറകെ നടക്കുക. അതെന്താ നിങ്ങൾക്ക് കായ് കൊടുക്കാൻ? അതല്ലിക്ക, നമ്മുടെ ആൽബത്തിന്റെ വിതരണാവകാശമായിട്ട് എടുക്കാനേ. ഈ വിതരണാവകാശം ആർക്ക് കൊടുക്കും എന്ന ടെൻഷനിലാണ് മത്തായി. അതെ, ഈ മോസ്റ്റർ ബിയറും ജോണി സാഗരിയും സത്യം ഓഡിയോസും ഒക്കെ ഡെയിലി നടക്കില്ല എന്റെ പിന്നാലെ. പക്ഷെ കൂടുതൽ കാശ് കിട്ടുന്നവർക്കേ മത്തായി കൊടുക്കും. അല്ല, നമ്മളെ ഡയറക്ടർ എന്താ ഒന്നും മിണ്ടാത്തത്? ആക്ച്വലി ഞാൻ ഈ ആംഗിളിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അങ്കിളിന് എന്താ സുഖല്ലേ? അയ്യോ അതല്ല, ആംഗിൾ
ഐ മീൻ വിവിധതരം ഷോട്ടുകളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് എനിക്കെപ്പോഴും. എല്ലാ സമയത്തും സംവിധായകന്മാർക്ക് ഇത് തന്നെയാണ് ചിന്ത. സമ്മതിക്കണം. ഉറക്കത്തിൽ ഒഴിച്ച് ഏയ് ചിലപ്പോ ഉറക്കത്തിൽ ഒരു ആംഗിൾ വന്നിട്ട് ഞാൻ എണീറ്റിരിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മാറിക്കോളൂ. എന്ത് ആംഗിള് വല്ലാത്തൊരു ലോകം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഞമ്മളെന്താ വേണ്ടിയത് പറയാൻ മടിക്കരുതേ. സാർ ഇങ്ങനെ പണം തന്നുകൊണ്ടേ ഇരുന്നാ മതി. ആയിക്കോട്ടെ, ഞമ്മള് തന്നോണ്ടിരിക്കാം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാം. മോളെ, ഇത് നമ്മൾ ആൽബത്തിന്റെ പണിക്കാരാ. ഇത് പ്രൊഡക്ഷൻ കൺട്രോളർ മത്തായി. മത്തായി. ഇത് പാട്ടെഴുത്താരെ. നിങ്ങളെ മുമ്പിൽ എന്തോ ഒരു പുഴയുണ്ടായിനല്ലോ. മുമ്പിലോ? നിങ്ങളെ പേരിന്റെ മുമ്പിൽ ഒരു പുഴയില്ലേ? പുഴയല്ല, കോരപ്പുഴ, കോയമോൻ. അത് ശരി. ഇത് സംവിധാനിക്കുന്ന പണിക്കാരൻ ജമാല്. എത്ര അത്താണിയനു? ജമാൽ 2 അത്താണി. ഞമ്മ കാണായിട്ടും പെണ്ണായിട്ടും ഈ ഒന്നേ ഉള്ളൂ. മതിയല്ല. പേരിലാ നിർമ്മിക്കാൻ പോണത് ആമിന പ്രൊഡക്ഷൻസ്. നല്ല ബാനർ. ബാനറായ ഇങ്ങനെ തന്നെ വേണം. ബാനർ അകത്തേക്ക് പോട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞത് നീ ഞെട്ടരുത്. എന്ത്? നീ ചുമ്മാ തമാശ പറയാൻ കാര്യത്തിലേക്ക് എടുക്ക്. ഈ ആൽബം നടക്കില്ല. ജമാലേ, അവിടെ അഡ്വാൻസ് ആയിട്ട് പ്രൊഡ്യൂസർ കാത്തേക്കുമ്പോഴാ നിന്റെ ഒരുമാതിരി ഒരു എടാ, പ്രൊഡ്യൂസർ മകൾ ആമിനയുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഈ പ്രോജക്റ്റ് നടക്കില്ല. കണ്ണി കണ്ടവന്റെ തുണി ഇണക്കി നടുവൊടിഞ്ഞവന്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഈ പാട്ടെടുത്ത്. വെറുതെ കൊക്ക് പരുന്ത് എന്നും പറഞ്ഞാൽ പേടിപ്പിക്കല്ലേ. അവൾ ആരാണെന്ന് നിനക്കറിയാം? ആമിന. അതവളെ തിരിച്ചറിയാൻ രക്ഷിതാക്കളിട്ട പേര് മാത്രം. പക്ഷേ പ്രസിഡൻസി കോളേജിലെ എന്റെ കാമുകയായിരുന്നു അവള്. ഞാൻ പേടിച്ചു പോയി. ഇത് എത്ര വലിയ ആനക്കാര്യം. എടാ, നമ്മൾ രക്ഷപ്പെട്ടടാ. നിർമ്മാണം കാമുകി, സംവിധാനം കാമുകൻ, ഗാനരചനയോ സംവിധായകന്റെ ക്ലോസ് ഫ്രണ്ട്. നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നടാ. അവളെന്റെ കാമുകയായിരുന്നു. പക്ഷേ ഞാനൊരിക്കലും അവളുടെ കാമുകനായിരുന്നില്ല. നാശിപ്പിച്ചു വൺ വേ പ്രേമം. എന്നാ പിന്നെ നിന്നെ അവൾക്ക് ഓർമ്മയേ ഉണ്ടാവൂല. അവള് അങ്ങനെ മറക്കാൻ വഴിയില്ല. കരിമിഴിക്കടവത്ത് കിനാവിന്റെ കളിയോടം തുഴഞ്ഞെത്തുമെന്നും എന്റെ കളിത്തോഴൻ. കരിമിഴിക്കടവത്ത് കിനാവിന്റെ കളിയോടം തുഴഞ്ഞെത്തുമെന്നും എന്റെ കളിത്തോഴൻ. ചുണ്ടിൽ നിലാവൊളി പുഞ്ചിരി തൂകും പ്രിയത്തോഴൻ. പുഞ്ചിരി തൂകും പ്രിയത്തോഴൻ. കരിമിഴിക്കടവത്ത് കിനാവിന്റെ കളിയോടം തുഴഞ്ഞെത്തുമെന്നും എന്റെ കളിത്തോഴൻ. നിന്റെ കരിമിഴി കുറുമ്പിന്റെ കൂട്ടം, നിന്റെ കവിളിണ കരിമ്പിന്റെ തോട്ടം, നിനക്കിനി ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത പ്രണയത്തിൻ മുന്തിരിത്തോട്ടം. ഇത് മധുരിക്കും മുന്തിരിത്തോട്ടം, ഇത് മധുരിക്കും മുന്തിരിത്തോട്ടം. ഇത് നയുന്ന കുറുക്കന്മാർ ചാടിയാൽ കിട്ടാത്ത കുളിക്കുന്ന മുന്തിരിത്തോട്ടം. ഇത് മധുരിക്കും മുന്തിരിത്തോട്ടം. നിന്റെ കരിമിഴി കുറുമ്പിന്റെ കൂട്ടം, നിന്റെ കവിളിണ കരിമ്പിന്റെ തോട്ടം. പണ്ടേ നെഞ്ചിൽ കണ്ട മോഹം പെണ്ണേ നീയായി മുന്നിൽ വന്നു. പെണ്ണേ നിന്നെ കൂടെ കൂട്ടാൻ വരവായി കുളിരും കൊണ്ട് കാറ്റ്. പെണ്ണേ നിന്നെ കൂടെ കൂട്ടാൻ വരവായി കുളിരും കൊണ്ട് കാറ്റ്. നിന്റെ കവിളിലെ കുറുമ്പുകൾ നുള്ളാൻ നിന്റെ കരിമിഴിക്കടവിൽ ഞാൻ പറന്നിറങ്ങും. നിന്റെ
കരിമിഴിക്കടവിൽ ഞാൻ പറന്നിറങ്ങും. നിന്റെ കരിമിഴി കുറുമ്പിന്റെ കൂട്ടം, നിന്റെ കവിളിണ കരിമ്പിന്റെ തോട്ടം, നിനക്കിനി ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത പ്രണയത്തിൻ മുന്തിരിത്തോട്ടം. ഇത് മധുരിക്ക് മുന്തിരിത്തോട്ടം, ഇത് മധുരിക്ക് മുന്തിരിത്തോട്ടം. കരിമിഴിക്കടവത്ത് കിനാവിൻ്റെ കളിയോടം. എനിക്ക് വാശിയായിരുന്നു ഒരുപാട് പേരുടെ മുമ്പിൽ വെച്ച് അവഹേളിക്കപ്പെട്ടവൻ്റെ ഒരു മാനസികാവസ്ഥ. അത് അവളെ കൂടി ഒന്ന് അറിയിച്ചു കൊടുക്കാനായിരുന്നു പിന്നീടുള്ള എൻ്റെ ശ്രമങ്ങൾ. അതിൻ്റെ ഭാഗമായി ഞാൻ അവളെ ചെന്ന് കണ്ടു. ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് നല്ലൊരു ഫ്രണ്ടായി എന്നെ കാണണമെന്ന് ഞാൻ അവളോട് അപേക്ഷിച്ചു. സാവധാനം അവൾ എൻ്റെ നല്ല സുഹൃത്തായി. ഒരവസരത്തിൽ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ മുമ്പ് തന്ന കത്തുകളൊക്കെ എനിക്ക് തിരിച്ചു തരണമെന്ന്. എൻ്റെ കണക്ക് കൂട്ടലുകൾ പഴിച്ചില്ല. അവൾ കത്തുകളുമായി എൻ്റെ ഹോസ്റ്റലിലേക്ക്. ഹലോ. ഹലോ, വാ. വരാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, എന്തിനാ കഥ കളിച്ചത്? അല്ല, പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചുറ്റും അസൂയക്കാരാ. പേടിയാണെങ്കിൽ ഞാൻ തുറന്നിടാം. ഏയ് വേണ്ട. താങ്ക് യു. സോറി. ഞാൻ പോട്ടെ. എന്താ എല്ലാരും കൂടി ഇവിടെ? ഇതുപോലുള്ള റിയാലിറ്റി ഷോ എല്ലായ്പ്പോഴും ലൈവായി കാണാൻ ചാൻസ് കിട്ടില്ലല്ലോ മോളെ. SMS നമ്പർ എത്രയാ? അതെ, സോറി. ഞാൻ നിരപരാധിയാണ് ചേട്ടോ. എന്റെ മുറിയിലേക്ക് ഇവള് കടന്നു വന്നപ്പോ ക്ഷമിക്കണം, ഒരു അവിവാഹിതന്റെ ബലഹീനതയില് ചില പിന്നെ ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ, നിങ്ങളായിട്ട് ഇവളുടെ ഭാവി നശിപ്പിക്കരുത്. പിന്നെ ഈ തെറ്റ് തിരുത്താനായിട്ട് ഇവളെ കെട്ടാൻ ഞാൻ ഒരുക്കമാണ്. ആട്ടെ, കുട്ടി എന്ത് പറയുന്നു? അവളൊന്ന് മുറിയിൽ വന്നത് ഞാൻ കൊടുത്ത കത്തുകൾ തിരിച്ചു തരാനായിരുന്നില്ല. പകരം ഞാൻ അതുവരെ കൊടുത്ത മുഴുവൻ കത്തുകൾക്കുള്ള മറുപടികളായിരുന്നു അവളുടെ കയ്യിൽ. അവൾ പുറമെ പ്രകടിപ്പിക്കാത്ത ഒരുപാട് ഇഷ്ടങ്ങൾ ആ കത്തുകളിലുണ്ടായിരുന്നു. അതൊന്നും അറിയാതെ ചുമ്മാ ബാലിശമായിട്ടുള്ള പ്രതികാരത്തിൽ നീ എന്തീ കാണിക്കണത്? അടിച്ചു വാരിക്കൊണ്ട് കണ്ടത്തിലിടാൻ പോവാ. ഇതെന്താ സാധനം അറിയോ നിനക്ക്? മഞ്ഞ പെയിന്റ് അടിച്ച മരത്തിന്റെ കഷ്ണം. ഇക്കാക്ക ഇത് കൊണ്ടാ, ഞാനിത് ഭാരട്ടെ. ഇതെന്റെ ചോറാ. പറഞ്ഞത് നേരാ. ആ മരക്കഷ്ണം കത്തിച്ചിട്ട് വേണം ഇന്ന് ഇവിടെ ചോറ് വെക്കാൻ. ഞാൻ മഴ എടുത്തിട്ട് അതൊന്ന് ചീന്തിക്ക്. എന്നെ കൊണ്ട് വെറുതെ ഈ പാട്ടുണ്ടാക്കാൻ പോണെന്ന് പറയാന്നല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ. സുബേദ, ഇജ്ജ് അത് വരാൻ നോക്ക്. നിങ്ങളൊക്കെ നോക്കിക്കോ, നിങ്ങളൊക്കെ ഗംഭീരമായിട്ട് ഞെട്ടിക്കാൻ പോവാണ്. ഈ ജമാൽ രണ്ടത്താണി ഇന്ന് എന്റെ ആൽബത്തിന്റെ സംഗീതം ചിട്ടപ്പെടുത്തുന്ന സുദിനമാണ്. എന്റെ മോൻ പല്ല് വെച്ച് വേഗം പാ. എന്നിട്ട് ഉമ്മ ചിട്ടപ്പെടുത്തിയ പിട്ടും കടലയും തിന്ന് പ്ലേറ്റ് ഒന്ന് കാലിയാക്കിത്താ. എന്നാലും ആ പ്ലേറ്റ് ഒന്ന് കഴുകി വെക്കേനും. ഓന്റെ ഒരു ഒലമ്പിയ സംഗീതം. ഇന്നലെ വരെ എന്നെ പിന്താങ്ങിയ എന്റെ ഉമ്മ ഇന്ന് നേരം വെളുത്തപ്പോ കാലു മാറിയെങ്കിൽ അതിന്റെ പിന്നിൽ ബാപ്പയുടെ കറുത്ത കരങ്ങളാണ്. ആ കറുത്ത കരങ്ങളില്ലെങ്കിലേ ഞാനൊരു വെളുത്ത മോൻ ജനിക്കൂലേനും. എടാ, തല മറന്ന എണ്ണ തേക്കല്ലേ. ഇക്കാക്കാന്റെ സംഗീത സംവിധായകൻ ആരാ? ഇത്ര നാളായിട്ട് അതറിയാൻ പാടില്ലേ? മിസ്റ്റർ പേരോട് ഇബ്രാഹിം. മുണ്ടക്കയത്തിന്റെ പാട്ട് എനിക്കിഷ്ട. ആ വൃത്തികെട്ടവനാ.
അവനെ കൊണ്ട് ഞാൻ പാടിക്കില്ല. അതിന്റെ മ്യൂസിക് ഡയറക്ടറാണ് മിസ്റ്റർ പേരോഡ്. അതൊക്കെ ആര് നോക്കുന്നു? പാടി അഭിനയിച്ച മുണ്ടക്കത്തിന് ഞങ്ങൾ നോക്കൂ. അതിന് മ്യൂസിക് കൊടുത്തത് ആരാന്നോ സംവിധാനം ചെയ്തത് ആരാന്നോ ഞങ്ങൾ നോക്കാറില്ല. ഇവനൊക്കെ പോപ്പുലർ ആക്കുന്ന സംവിധായകനെ ഒരിക്കൽ നിങ്ങളൊക്കെ തിരിച്ചറിയും. കാല് പിടിക്ക് പ്ലീസ്, കാല് പിടിക്കടാ. ക്ഷമിക്കണം, ഈ ആൽബം മുടക്കരുത്. എന്റെ കരിയർ നശിപ്പിക്കരുത് പ്ലീസ്. എന്റെ കല്യാണത്തിന് വേണ്ടി ബാപ്പച്ചി മാറ്റി വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ടാ നിങ്ങളൊക്കെ ആൽബം എടുത്ത് കളിക്കാൻ പോണത്. സംവിധായകന്റെ വേഷം കെട്ടി കല്യാണം മുടക്കാൻ വന്ന തന്റെ ഹൃദയം നിറയെ എന്നോടുള്ള പ്രതികാരമാണെന്ന് എനിക്കറിയാം. ഇന്നത്തെ ഈ ഡയറക്ടർ ഇന്നലത്തെ മനസ്സിൽ എന്തായിരുന്നെന്ന് എന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. മറന്നു തന്നെ ഇടുന്നോട്ടെ. ഈ ഒരു പ്രോജക്റ്റിൽ ഇയാൾ നിർമ്മാതാവിന്റെ മകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു. ഞാൻ കാരണം ഈ വർക്കിൽ മറ്റു പ്രവർത്തകരുടെ കരിയർ കൂടി നശിപ്പിക്കരുത്. വേണമെങ്കിൽ ഞാൻ ഇയാളുടെ കാല് പിടിക്കാം. നല്ല പെർഫോമൻസ്. മുമ്പും അഭിനയിക്കാൻ മിടുക്കനായിരുന്നല്ലോ, അഭിനയിച്ചു. പക്ഷെ ആമനയുടെ കല്യാണം മുടക്കിയിട്ടേ അതിനു മുകളിൽ താനും കൂട്ടരും അങ്ങനെ കരിയർ ഉണ്ടാക്കണ്ട. ഞാൻ ആമനയാണെങ്കിൽ ഈ വർക്ക് നടക്കില്ല. തന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും, നോക്കിക്കോ. കരിമിഴിക്കടവത്ത് കിനാവിൻ്റെ കളിയോടം. ചില അസൂയക്കാരായ തെണ്ടികൾ പറയുന്നത് എന്റെ സംഗീതം മോശമാണെന്നാണ്. എന്റെ പാട്ടുകൾ ഹിറ്റാവുന്നതിലുള്ള അന്താരാഷ്ട്ര അസൂയാണ് അതിന് പിന്നിൽ. ഇന്ന് മലയാളത്തിലുള്ള മാപ്പിളപ്പാട്ടുകൾ ഹിറ്റാക്കാൻ പേരോട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പാട്ട് സാറിന് കൊടുത്തോളൂ. നിങ്ങളതൊന്ന് ഓർക്ക് വായിക്കൂ. കരിങ്കല്ലിൽ വിരിയും നുരകളെ, വെയിലത്ത് വിരിച്ചിടും തുണികളെ, അല്ല മിഴികളെ, മനസ്സിന്റെ വെണ്മയിൽ വിരിയും എൻ അനുരാഗത്തിൻ പദനുരകളെ. നിർത്തടോ, ഇതെന്താ സോപ്പ് പൊടിയുടെ പരസ്യമാണോ? അല്ല, ഈ കരിങ്കല്ല് എന്ന് കവി ഉദ്ദേശിച്ചത് ഈ വർത്തമാന കാലത്തിലെ മനുഷ്യന്റെ മരവിച്ച ഹൃദയത്തെയാണ്. സാർപ്പ് കീറിക്കളഞ്ഞതേ എന്റെ ഹൃദയത്തെയാണ്. എടോ, തന്റെ ജീവിതമല്ല മാപ്പിളപ്പാട്ട്. എടോ, വരികൾക്കിടയിൽ മൊമ്പത്തി, മൊഞ്ചത്തി, മൈലാഞ്ചി, ഇഷ്ക്, ഇശൽ എന്നൊക്കെ ഭരണം. അല്ല, നമ്മുടെ ഈ സ്ഥിരം പാറ്റേൺ ഉണ്ടല്ലോ, അതൊന്ന് പൊളിച്ചുകൂടി സാർ. നിങ്ങളാരാണ് മിസ്റ്റർ? ഞാനാണ് ഈ ആൽബത്തിന്റെ ഡയറക്ടർ ജമാൽ രണ്ടത്താണി. താൻ എത്ര അത്താണിയാണെങ്കിലും എനിക്കൊരു ചുക്കൂല്ല. ഈ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാലേ മൂന്നാറിലെ റിസോർട്ടൊന്നുമല്ല, പൊളിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ. സാർ, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ വരികൾ എഴുതിയത്. ആണാ? അന്റെ പേരെന്താ? കോരപ്പുഴ കോയ. മിസ്റ്റർ കോരെ, ഇനി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. വരും. പേരോടിന്റെ ഈണം അങ്ങനെ ആപ്പൂപ്പകളുടെ വരികൾക്ക് കൊടുക്കാനുള്ളതല്ല. ഇതിന് സാർ തന്നെ ഈണിട്ടേ പറ്റൂ, അല്ലേ? പിന്നെ ആ ഈണത്തിന് ഈ പണം പോരെങ്കിൽ പറയണം. ഓക്കെ. ഈ പേരോടിന് ഒടുക്കത്തെ ജാടയാണല്ലേ. കാലക്കേടിന് ട്യൂണുകളും ഹിറ്റുകളും മെഗാ ഹിറ്റുകളുമായി പോയില്ലേ? തൽക്കാലം മൂപ്പര് പറയുന്നത് കേക്ക്, ഞമ്മക്കും വേണ്ട ഒരു ഹിറ്റ്. ആ ഹിറ്റ് എന്റെ അഭിമാനത്തിൽ തൊട്ട് വേണ്ട. അത് ഈ അഭിമാനമുള്ള ആൾക്കാർ പറഞ്ഞപ്പോരേ. എന്റെ വരിയിലങ്ങനെ തൊട്ട് ആ കഴിഞ്ഞാൻ വിട്ടും. നിന്റെ വാരിയിലൊന്നുമല്ലല്ലോ ഈ വരി തൊട്ടാ വെട്ടാനായിട്ട്. എടാ, CD വിറ്റ് പോണെങ്കിലേ ചില കോംപ്രമൈസ് ഒക്കെ വേണ്ടി വരും. കൺട്രോളർ ഒരു കാര്യം മനസ്സിലാക്കണം, ആ പേരോട് കീറിക്കളഞ്ഞതേ എന്റെ ഹൃദയമായിരുന്നു. എടാ, ഒരു ഗാനരചയിതാവായി തീരണമെങ്കിലേ ഹൃദയം ഇനിയും പിച്ചിച്ച് തരാനായിട്ട് ആൾക്കാർ ഒരുപാട് പേര് വരും. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നിന്റെ 2 പാട്ടേ ഈ ആൽബത്തിലുള്ളൂ. അതെങ്ങനെ? അതങ്ങനെയാ. ഞാൻ 6 പാട്ട് എഴുതി കഴിഞ്ഞാലേ. നമ്മുടെ സംഗീത സംവിധായകന്റെ താല്പര്യം കണക്കിലെടുത്ത് ഒരു 4 പാട്ടുകൾ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് എഴുതിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒരുമാതിരി സിനിമാക്കാരെ സ്വഭാവം കാണിക്കല്ലേ. ഞാനാ ഈ പ്രൊഡ്യൂസർ ഉണ്ടാക്കിയത്. അപ്പൊ നീ എന്റെ വാപ്പയായോ? അതല്ല, ഈ പാവപ്പെട്ടവരും ഇത്രയും നല്ല കലാഹൃദയമുള്ളവരുമായ എന്റെ പ്രൊഡ്യൂസറെ ചെലവിൽ ഒരുത്തനും കൺട്രോളറും ഡയറക്ടറും ചമയണ്ട. സാറുവാ, നമുക്ക് ലാൽ ജോസിനെ കൊണ്ട് ജയിക്കാം. വാ കോയമോനെ, ജമാല് പറഞ്ഞതിലും കാര്യമുണ്ട്. എടാ, അടുത്ത ആൽബത്തിലെ കംപ്ലീറ്റ് പാട്ടും നീ എഴുതിക്കോ. ശരി, ഞാനിപ്പോ എഴുതി കൊടുത്ത 2 പാട്ടുകളിലും ഒന്നും മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. മാറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കുത്തി തിരികണമെന്നല്ലേ പറഞ്ഞോളൂ. എടാ, പേരോട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുത്തി കേറ്റി ആ പാട്ടെങ്ങാനും ഹിറ്റായി കഴിഞ്ഞാൽ പേരാർക്കാ? ആർക്കാ?
നിനക്ക്. അങ്ങനെ ഒരു ഹിറ്റ് പാട്ട് എഴുത്തുകാരനായി ബെൻസിലൊക്കെ കയറി അങ്ങോട്ട് പോകുമ്പോ നമ്മളെയൊക്കെ കണ്ട ഓർക്കോ ആവോ? അങ്ങനെ ഞാൻ മറക്കോ? അഥവാ അങ്ങനെ ഞാൻ സംഭവിച്ച എന്റെ ബെൻസുകാരന് മുമ്പിലൊക്കെ നിന്ന് കൈ നീട്ടിയാലേ ഇടിച്ച് തെറിപ്പിക്കും ഞാൻ. കോയമോനെ നോ, കോരപ്പുഴ കോയമോൻ. പോകുമ്പോ മോന്തേം തല്ലി വീഴല്ലേ. സാർ 6 പാട്ട് സ്റ്റുഡിയോയിൽ ട്രാക്ക് പാടി വെച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമുണ്ട് സാർ. ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങക്ക് എന്നാലും പറ. അല്ല സാർ, അതിലൊരു പാട്ട് ഞങ്ങൾ ഇങ്ങനെ എഴുതി. ഞാൻ പറയാം. അതായത് കബീർ മുണ്ടക്കയത്തിനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണം. ആ ഹങ്കാരിയുടെ പാട്ട് എന്റെ ട്യൂണില്ല. നോ 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 നോ, ഒരിക്കൽ ഞാനിട്ട ട്യൂണിൽ കയറിയ ആ നാരി ഹിറ്റായത്. സോറി സാറ്. മുണ്ടക്കയത്തിന് മലപ്പുറത്തൊക്കെ ഒരുപാട് ആരാധകരുണ്ട്. ഗൾഫിൽ പോലും അയക്കെ നല്ല പേരാ. ആ വൃത്തിയായിട്ടവന്റെ കഴുതരാകെ എന്റെ സംഗീത സംവിധാനത്തിൽ വേണ്ട. വിതരണക്കാരൻ നിർബന്ധമാണ്. അവന്റെ തലയും പേരും CD കവറിൽ വേണോന്ന്. പണം വേണമെന്ന് പറഞ്ഞോളി, ഞമ്മള് തരാ. ഓക്കെ, അവൻ പാടുമ്പോ സ്റ്റുഡിയോയിൽ റഫീഖ് മതി. ഞാൻ ആ വഴി വരൂല. അത് വേണം. വേണം. പിന്നെ പണയിനിയും വേണം. റഫീഖ്. ഹലോ ഹലോ സാർ, ഞാൻ മത്തായിയാണ്. സാർ, ഞങ്ങള് പാട്ടുപുര സ്റ്റുഡിയോയിൽ സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഓക്കെ ഓക്കെ സാർ. എന്താ പറഞ്ഞത്? അതെ, മുണ്ടക്കൈയുടെ പാടാൻ വരുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു പാട്ട് പാടിക്കാം. മൂപ്പരെ നേരിട്ടൊന്ന് കാണുകയും ചെയ്യാലോ. ആമിനക്കും ഇന്റെ കിട്ടിയോക്കും മുണ്ടക്കയത്തിന് വലിയ ഇഷ്ടം. അതിനും മാത്രം സംഭവമൊന്നും ഇല്ല അയാള്. അതെ, ഈ സംഭവം അല്ലാത്തവർ സംഭവമാക്കുന്നതാണല്ലോ നമ്മുടെ നാട്ടിലെ ട്രെൻഡ്. ഇനി ഈ അഹങ്കാരിയെ കൂടി അങ്ങ് സഹിച്ചേക്കാം. എന്റെ വരി എങ്ങനെ തിരിച്ച് പാടിയാ മുണ്ടക്കയത്തിനെ മണ്ടയടിച്ചു കൂട്ടി. സാറേ ഞാനിപ്പോ ഫോൺ ചെയ്ത മത്തായി. സ്റ്റുഡിയോയിലേക്ക് വരൂ. ഞാൻ പാടുന്ന പാട്ടിൽ ഞാൻ തന്നെ അഭിനയിക്കും. സൗകര്യം വിളിച്ചാ മതി. സാറേ, ഞാനാ മത്തായി. മത്തായി താനാണല്ലോ ഫോണിൽ വിളിച്ച് ചല്ലിങ് ചെയ്യുന്നത്. താനാരാ? അല്ല സാറേ, പ്രോ കൺട്രോളർ മത്തായി. എന്റെ കൺട്രോൾ തെറ്റിക്കാതെ മാറടോ ദുഷ്ട. ഒരു പാട്ട് ഞങ്ങളുടെ ആൽബത്തിന് വേണ്ടി സാറിന് പാടണം. എനിക്ക് പാടാൻ മനസ്സില്ല. കേട്ടില്ലേ, സാറിന് അങ്ങനെ പാടാൻ മനസ്സില്ലാന്ന്. ഞങ്ങൾ ഉപേക്ഷിക്കരുത്. പൈസ ഞങ്ങൾക്കൊരു വിഷയമല്ല സാർ. എനിക്കതൊരു വിഷയമാണ്. അതിരിക്കട്ടെ, താങ്കളാണ് പ്രൊഡ്യൂസർ? പാവപ്പെട്ടൊരു പ്രൊഡ്യൂസറാണ് സാർ. ഇതാപ്പ നന്നായത്. പാവപ്പെട്ടൻ എങ്ങനെ പ്രൊഡ്യൂസർ ആവുന്നത്? ആരാണ് നിങ്ങളുടെ സംഗീത സംവിധായകൻ? പേരോടാണ് സാർ. ആ പേര് എന്നോട് പറയരുത്. അതെ, പേരോടിനിപ്പോ പേരില്ല. സാറിപ്പോ സാറിന്റെ സ്വന്തം ഇനത്തിലാ പാടാറുള്ളത്. അല്ല, സാറിന് ആദ്യത്തെ ഹിറ്റ് എന്നത് പേരോടാണ് എന്നുള്ള കാര്യം മറക്കണ്ട. വിവരക്കേട് പറയാതെ മിസ്റ്റർ. ഞാൻ പാടിയത് കൊണ്ട് ആ പാട്ട് ഹിറ്റായത്. എന്റെ ശബ്ദമാണ് അവനെ വളർത്തിയത്. എന്നിട്ട് അഹങ്കാരി പറയാ എനിക്ക് ശ്രുതിയില്ല, ലയമില്ല, സംഗതി പോരാൻ. അതെ, സാറിന് ശ്രുതി ഇല്ല എന്നുള്ളതൊക്കെ അത് ഞാനും സമ്മതിച്ചു. പക്ഷെ സംഗതി ഇല്ലാന്ന് മാത്രം പറയരുത്. മുഴുവനും പറഞ്ഞുകൂടെ? എന്നിട്ട് മതി കരാർ ഉറപ്പിക്കാൻ. മുണ്ടക്കയത്തിന്റെ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി. അളിയനെന്താണെന്നും പറയാനില്ലേ? അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കച്ചവടക്കാരന്റെ പ്രയാസം നിങ്ങൾക്കാർക്കും അറിയേണ്ട കാര്യമില്ല. വട്ടിക്ക് കാശ് വാങ്ങി വാങ്ങി ഞാൻ ഇന്ന് വെറും തൊട്ടിയായി. ഇതൊക്കെ നിങ്ങൾ കാരണമാ. ബാധ്യത കൂടി 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 മിക്കവാറും കട പൂട്ടേണ്ട അവസ്ഥയിലാണ്. അളിയന്റെ ബാധ്യത കൂടുതലാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാളിയാ. എന്ത് കാര്യം? കട അങ്ങോട്ട് വിൽക്കാം. എന്താ അളിയാ, ഈ പെങ്ങൾ എനിക്ക് ഇന്നൊരു ബാധ്യത. അതെന്താണ് അളിയ വിൽക്കാൻ പറയാത്തത്? അപ്പോഴേ ചെരുപ്പടം പെങ്ങൾ ഒരുപോലെ അല്ല. ആര് പറഞ്ഞു രണ്ടും ഒരുപോലെ അല്ലെന്ന്? എനിക്ക് രണ്ടും ഒരുപോലെയാണ്. പിന്നെ ഒരു വ്യത്യാസം, അതായത് ചെരുപ്പ് കട എനിക്ക് വരുമാനം, നിന്റെ പെങ്ങള് എനിക്ക് ചെലവ്. അളിയോ, വിവാഹശേഷം പെണ്ണിന്റെ ചെലവ് നോക്കണ്ട അവളുടെ ഭർത്താവാ. ഓഹോ, എനിക്കിപ്പോ മനസ്സില്ല ചെലവ് നോക്കാൻ. എന്നാലും നിന്റെ പെങ്ങളെ പോലെ ഞാൻ സ്നേഹിച്ച എന്റെ ചെരുപ്പ് കട വിൽക്കാൻ നീ എന്നോട് പറഞ്ഞല്ലോ. അളിയൻ ആ കടം കെട്ടിപ്പിടിച്ചിരുന്നോ? ഒടുവിൽ കുത്തുവാളെടുക്കുമ്പോ എന്റെ അടുത്തേക്ക് ഒന്നിക്കരുത്. ഞാൻ വരും. ഓ ദേ വന്നു. ഓ പിന്നെ അതെ, വാക്കു പറഞ്ഞ അത് പാലിക്കണം. അതാണ് തറവാട്ട് മഹിമ. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും വകയിൽ പൈസ വന്നാ തരാന്ന് പറഞ്ഞത് നേരാ. അല്ലാതെ കൊല്ലം രണ്ടായിട്ടും ഒരു 5ന്റെ പൈസ പോലും തരായില്ലേ? തരണ്ടാന്ന് വിചാരിച്ചാ പിന്നെ തരാൻ പറ്റൂല. ഇന്ന് 2-1 ഒന്നെങ്കിൽ പണം അല്ലെങ്കിൽ സൽമ. അതെ, അളിയൊന്ന് പതുക്കെ പറ. കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ഒന്നല്ലെങ്കിൽ ഒരു ഡയറക്ടർ വീടാണെന്നുള്ള കാര്യം അളിയെന്ന് ഓർക്കണം. വല്ല പത്രക്കാരെ ചാനലുകാരെ കണ്ട തകരുന്ന ഒരു നവാഗത സംവിധായകന്റെ ഇമേജാണ്. ഓ
പിന്നെ നവാഗത സംവിധായകന്റെ അണ്ണാക്കിലേക്ക് നോക്കിയിരിക്കല്ലേ ചാനലുകാരും പത്രക്കാരും. ഒരു സംവിധായകൻ സ്വന്തം സിസ്റ്ററിന്റെ ജീവിതം ബെറ്റർ ആകണമെങ്കിൽ ഹാളിയ ഞാൻ പറയണ പോലൊക്കെ ചെയ്തേ പറ്റൂ. ശരി, അളിയൻ പറ. ഞാൻ പറയാം. 2 സുന്ദരന്മാരായ നടന്മാർക്ക് നീ അവസരം കൊടുക്കണം. അതെനിക്കൊന്ന് ആലോചിക്കണം. അധികം ആലോചിച്ചാലേ ഈ പെങ്ങൾക്ക് നീ വേറൊരു കല്യാണം കൂടി ആലോചിക്കേണ്ടി വരും. 2 നടന്മാരിൽ നിന്നും 15,000 വെച്ച് 30,000 രൂപ ഞാൻ കൈപ്പറ്റിയിരിക്കുകയാണ്. ബാബാ, ഇത് കൈക്കൂലിയാണ്. സ്വന്തം പെങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും കലയെ കൊലയെ ഞാൻ സമ്മതിക്കില്ല. സ്വന്തം പെങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി കലയെ നമുക്ക് അങ്ങോട്ട് കൊല്ലാമണിയാ. സെൽമേ, അളിയൻ ഏകദേശം ഓക്കെ ആയിരിക്കുകയാണ്. നീ പോയിട്ട് മാക്സിമം ചോറ് വിളമ്പ്. സംസാരിച്ചുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര വിശപ്പ്. വന്നണ്ടെങ്കിൽ വാ, എന്തെങ്കിലും കഴിക്കാം. പ്രശ്നമൊക്കെ സോൾവ് ആയി. ഈ മൂപ്പര് പറയണ പോലെ ചെയ്യ്. അനക്ക് ഏതായാലും നടന്മാരെ വേണം, അളിയന് പൈസയും. ഇതാവുമ്പോ രണ്ടാളുടെ പ്രശ്നം സോൾവ് ആവൂലേ? അല്ലേ താത്ത, എനിക്കൊരു 5 അളിയന്മാർ കൂടി ഉണ്ടായിരുന്നെങ്കിലേ ഞാനിവിടെ നടന്മാരെയും കൊണ്ട് തെണ്ടിപ്പോയേനെ. പടച്ചോനെ, ബാക്കി 20,000 കൂടി മൂപ്പർക്ക് നടന്മാരെ കിട്ടണേ. ഓ, ഇതാ വരുന്നു. ചെല്ല് ചെന്ന് ഉരുട്ടി അണ്ണാക്കിലേക്ക് ഇട്ടോട്. ആക്രാന്തം തീരട്ടെ തീറ്റ പിശാസിന്റെ. എന്തോ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. കണ്ട തെണ്ടികൾക്ക് എന്റെ മോളെ ഞാൻ പിടിച്ചു കൊടുക്കൂല. അതുകൊണ്ട് ഓക്ക് വേണ്ടി ഞാനൊരു ഗൾഫുകാരനെ കണ്ടുപിടിച്ചേക്കും. മൂപ്പരുന്ന് കാണാൻ വരുന്നുണ്ട്. ഗൾഫുകാരൻ തന്നെയാണ് നല്ലത്. അല്ലാതെ നാട്ടില് തെണ്ടി തിരിഞ്ഞ് നടക്കണ കണ്ട അണ്ടന അടകോടനൊന്നും നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുക്കരുത്. ഡയറക്ടർ എന്ത് പറയുന്നു? അതെ തന്നെയാണ്. ഞാനും അതെ. പുയ്യാപ്പിള കാണാൻ വരുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്ന് ആമിനക്ക് ഒരേ വാശി. അതും കാണും. ഒരു പ്രൊഡ്യൂസറെ മകളെ കാണാൻ വരുന്നവനെ കാണാൻ ഒരു സംവിധായകനും കൂടി വേണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് പ്രൊഡ്യൂസറുടെ മകളാണ് ഈ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്തത്? ബ്രോക്കർ ഇവിടെ നിന്നോളൂ. എന്താ ഒരു ചൂട്! എന്താണോ സത്യത്തിൽ കേരളം ഒരു ഭ്രാന്താലയമല്ലോ, ചൂടാലയമാണ്. ഗൾഫിൽ കംപ്ലീറ്റ് എ സി അല്ലേ, കക്കൂസ് ഉൾപ്പെടെ. മാമ, ഇവരൊക്കെ ആരാ? നാട്ടിൽ വന്ന ഇത്തരം വൃത്തിയേട്ടന്മാരെ ശല്യമാ. നമ്മുടെ കൺട്രിയിൽ ഡൊണേഷൻ കൺട്രികളുടെ ശല്യമാണ്. പിരിവാരല്ല, കലാകാരന്മാരാ. ഓഹോ, കലമുണ്ടാക്കുന്നവരോ? ഇത് നമ്മൾ എടുക്കാൻ പോകുന്ന ആൽബത്തിന്റെ പണിക്കാരാ. ഓഹോ, നമ്മൾ ഈ വർഗത്തിന് ആദ്യമായിട്ട് കാണുക. ഇത് കൺട്രോളർ മത്തായി, മൂപ്പര് പാട്ടെഴുത്തുകാരനാ, കവി. എന്ത് പൊഴിയേനും വേണ്ട, കോരപ്പുഴ കോയമോൻ. ചങ്ങമ്പുഴ എന്ന് കേട്ടിട്ടുണ്ട്. ഇതേത് കോരപ്പുഴ? ഇതേത് കോപ്പനാണ്? മൂപ്പരല്ലേ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആള്. ഓ, മേഴ്സറി ആയിരിക്കും അല്ലേ? അല്ല, ഡയറക്ടറാ. പേര് ജമാൽ രണ്ടത്താണി. ഞാൻ സുലൈമാൻ ഖാൻ ഫ്രം ഖത്തർ. സാർ, അങ്ങ് സൽമാൻ ഖാന്റെ ആരായിട്ട് വരും? ആരുമായിട്ടും വരില്ല. നന്നായി. മാമൻസ്, എനിക്ക് സിനിമാക്കാരെ പൂച്ചമാ. ആൽബം എടുക്കുന്ന ആൾക്കാരെ പരമപുച്ഛമാ. ഒരു അറബി ആൽബത്തിൽ ഞാൻ അഭിനയിക്കുക കൂടി ചെയ്തു. ഏത് ആൽബമാണ് മരുവനെ? ബദർ ദുബൈക്കോ സമൻ. ഞാനതിൽ 12 വർഷത്തിലായിരുന്നു. മാമൻസിനറിയോ, ഞാൻ ആ അറബി ആൽബം 3 ലക്ഷം ദിർഹംസിന് വാങ്ങി ദുബായ് ജംഗ്ഷനിലെ എണ്ണക്കിണറിലിട്ട് കത്തിച്ചു. ആൽബം കണ്ടവനായിരിക്കും. അറബി ആയാലും മലയാളമായാലും ഇത്രയും ചീപ്പ് ഏർപ്പാടിന് ഈ സുലൈമാൻ ഫ്രം ഖത്തറിന് കിട്ടില്ല, ഒരു പട്ടിക്കും കിട്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ ഈ ആൽബത്തിന് ഭയങ്കര ഡിമാൻഡാ. ഓഹോ, ഞാൻ ഈ ആൽബങ്ങൾ കാണാറില്ല, പാട്ടുകൾ കേൾക്കാറുമില്ല. മാമൻസിനറിയോ, ഞാനൊരു സ്റ്റാൻഡേർഡ് പ്രേക്ഷകനാണ്. സമയം കിട്ടുമ്പോ കുറച്ച് ഇറാനി ഫിലിംസ് കാണും. നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. അമിനെ വിളിക്കൂ. മിസ്റ്റർ, ഇവരൊക്കെ ആരാ? കഷ്ടം. ഒരാള് മുഖ്യമന്ത്രി, മറ്റാള് പ്രതിപക്ഷ നേതാവ്. ഐസേ, തിരക്കിനിടയിൽ പൊളിറ്റിക്സ് ഞാൻ നോക്കാറേയില്ല. അവരെയും എനിക്ക് പുച്ഛമാണ്. പുച്ഛമില്ലാത്ത ആരെങ്കിലും സുലൈമാൻ ഖാൻ ഖത്തറിനുണ്ടോ? എന്നെ ഞാൻ ഭയങ്കര സംഭവമാണ്.
ഈ ഇറാൻ പടത്തിൽ താജുദ്ദീൻ പാടിയിട്ടുണ്ടോ? മാമ എനിക്ക് ആമിനോടും സംസാരിക്കണം. ഖത്തറിലെ വീരസാഹസിക കഥകൾ ഭാവി അതുകൂടി ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ. അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൊട ചൂടും. കരിമിഴിക്കടവത്ത് കിനാവിൻ്റെ കളിയോടം തുഴഞ്ഞെത്തുമെന്നുമെൻ്റെ കളിത്തോഴി. എന്റെ ഫോൺ ഓഫ് ആയിരുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് പോവാം. ഇന്നലെ ഞാൻ കുറെ പ്രാവശ്യം എന്നെ വിളിച്ചല്ലോ. ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. ആ ഇതാണ് ജമാൽ രണ്ടത്താണി, വലിയ ഡയറക്ടറാ. ഓ ഞാൻ പറഞ്ഞില്ലേ വാപ്പച്ചിയുടെ ആൽബത്തിന്റെ കാര്യം. ഈ രണ്ടത്താണി അതിന്റെ ശില്പി. എടി ഈ പ്രൊഡ്യൂസറോട് ഈ സംവിധായകൻ എന്തോ പറയാനുണ്ട്. നീ നടന്നു. ആ ശരി ശരി. ആ എന്താ പറയൂ. ഭവതി പെണ്ണുകാണൽ ചടങ്ങിന് വിളിപ്പിച്ചതിന് നേരിട്ട് കണ്ടൊന്ന് അഭിനന്ദിക്കാമെന്ന് കരുതി. വളരെ നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. എന്നാ ഞാൻ പോട്ടെ പോട്ടെ. ഡയറക്ടർ ഒന്ന് നിന്നെ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? തൽക്കാലം ഇല്ല. പ്രൊഡ്യൂസർ സാറേ, ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ ഏത് മന്ദബുദ്ധിക്കും പ്രൊഡ്യൂസറാണ്. പക്ഷെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓഹോ, നാളെയല്ലേ ബുദ്ധിമാനായ ഈ സംവിധായകന്റെ ആൽബം ഷൂട്ടിംഗ്? മന്ദബുദ്ധി വിചാരിച്ചാലേ ഷൂട്ടിംഗ് സ്റ്റോപ്പ് ആവും. ഇല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ആക്കും. ഞാൻ പറയുന്നതിനപ്പുറം ബാപ്പയ്ക്ക് ഒന്നുമില്ല. എടി 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 എടി, നീ ആ ഗൾഫുകാരൻ കെട്ടി 4 പെറ്റ് എവിടെങ്കിലും ഒതുങ്ങി കഴിയുന്ന നിനക്കല്ലത്. അല്ലാതെ പ്രതികാരം മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് വരാനാണ് ഭാവമെങ്കിൽ ജമാൽ ഒരിക്കൽ കൂടി തിരിച്ചൊന്ന് നടക്കും. ഇയാളെന്നെ പേടിപ്പിക്കാണോ? പണ്ടത്തെ ആമനെ അല്ല ഇത്. എന്നെ പറ്റി തനിക്കറിയില്ല. അയ്യോ, നന്നായിട്ടറിയാം. പഠിക്കുന്ന കാലത്ത് സിലബസിൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണ് താനെങ്കിലും ജമാലിനെ അറിയാടോ തന്നെ. ആ പഴയ ജമാലിന് എന്നെ അറിയില്ല. ഈ ജമാൽ രണ്ടത്താണിക്കും എന്നെ തീരെ അറിയില്ല. എല്ലാ കാര്യം ഞാൻ ഏറ്റുന്നു. ആ ആൽബത്തിലേക്ക് വേണ്ടി കുറച്ച് ആറ്റൻ പീസുകളെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ ആ പിന്നൊരു കാര്യം, എമൗണ്ട് അല്പം കൂടുതലായിരിക്കും. ആ അതെ, ആൽബത്തിന് വേണ്ടി ഞാൻ അവിടെ റൂം എടുത്തിട്ടുണ്ട്. അതെ, ബാക്കി ഹോട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, പറഞ്ഞ പോലെ. എവിടെയാണിത്? ഹലോ. ആ പേടിപ്പിച്ച് കളഞ്ഞല്ല പറയാം. നീ ഇവിടെ ഒന്ന് വിളിച്ചിരിക്കുക. അതെന്താ യൂണിറ്റ് കൊണ്ടിന്ന് സാധനങ്ങൾ ഇറക്കണ? എടാ, നിനക്ക് സംവിധാനം ചെയ്യാനുള്ളതല്ലേ ഇതൊക്കെ? ഓ ഭാഗ്യവാൻ. എടാ, ഇതൊക്കെ കൂടി കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ നോന്ന് പറയരുത്. നീ കാര്യം പറ. നോ ആക്കണോ എസ് ആക്കണോ ഒന്ന് കേട്ടിട്ട് പറയാം. എടാ, നമുക്ക് 2 കൂടി മുങ്ങ. മനസ്സിലായില്ല. എടാ, ഞാൻ പറയണതേ, ഇപ്പൊ നമ്മൾ മുങ്ങി കഴിഞ്ഞാൽ ആരും അറിയാൻ പോകില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മുങ്ങി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഇതുവരെ എത്തിക്കാൻ പറ്റപ്പാടെന്ന് എനിക്കറിയാലോ. നീ ധൈര്യമായിട്ട് ആക്ഷനും കട്ടും പറഞ്ഞോ. ഇതെങ്ങനെ ഹിറ്റായി കഴിഞ്ഞ നമ്മൾ ആരടാ? ആ അതെ, ഒരു സാധനം കാണിച്ചു തരാം. ഇതേണ്ട ക്ലോസപ്പ്. നീ എന്താ പെട്ടിക്കട തുടങ്ങാൻ പോകണോ? അതൊന്ന് വായിക്കി. ക്ലോസപ്പ്, കൗണ്ടർ സജഷൻ, ട്രോളി ഷോട്ട്. ഇതൊക്കെ ടൂത്ത് വേസ്റ്റുകളുടെ പേര്. ഒരു സംവിധായകൻ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സിനിമ ട്രിക്കുകളാ ഇതൊക്കെ. ഞാനൊരു ബുക്ക് ചെയ്ത് അടിച്ച് പാറ്റിയതല്ലേ. ഭയങ്കരനാണല്ലോടാ. നിനക്ക് ഇത്രയെങ്കിലൊക്കെ അറിയാലോ. മതി, ഇനി നീ ധൈര്യമായിട്ട് അങ്ങ് ഡയറക്ട് ചെയ്തോ. എങ്ങനെയുണ്ട്? എടാ, ഇത് കളിക്കട്ടാ. എടാ, ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ആ പഴയ അലക്കാരന്റെ ലുക്കൊക്കെ മാറി. ഒരു കറക്റ്റ് എഴുത്തുകാരൻ, ഒരു കപി. കണ്ണട എന്താ കളിക്കുന്നത്? ക്ലാസ്സില്ലേ? ഇല്ല. അതെന്താ? അതെ, ഞാൻ ഈ സെന്റിമെന്റ്സ് എഴുതുമ്പോ ചിലപ്പോ അറിയാതെ കരഞ്ഞു പോവും. അപ്പൊ ഈ കണ്ട ഊരാണ്ട് തന്നെ ഇങ്ങനെ ഒപ്പിക്കളയാലോ. അത് ശരി. ശാപം. നിക്കവിടെ. നിന്റെ ആൾ താമസമില്ലാത്ത തലയിൽ ദാ എന്റെ വക ഒരു കിരീടം, ഒരു സംവിധായക കിരീടം.
പടച്ചോനെ, ഇന്നു മുതൽ നീ നല്ലൊരു ബാർബറായി ഒരു സംവിധായകനായി അറിയപ്പെടുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് മൈ ഡിയർ ഫ്രണ്ട്. ഞാൻ എത്ര ഉയരത്തിലായാലും നിന്നെ മറക്കില്ല. ഇനി മുതൽ എന്റെ എല്ലാ സിനിമകൾക്കും നീ തന്നെ തുണിയെടുക്കും. അല്ല, നീ തന്നെ പാട്ട് എഴുതും. എന്താ വിളിച്ചേ സാർ? ഒന്നുകൂടി വിളിച്ചേ സാർ. ഓക്കെ സാറ് ഞാൻ എവിടേക്ക് തിരക്കി? എവിടെങ്കിലൊക്കെ തിരക്കി കഴിഞ്ഞാൽ കണ്ടെത്താവുന്ന ലോക്കൽ സംവിധായകനല്ല ഈ ജമൽ രണ്ടത്താണി. ഞാൻ എവിടെയെന്ന് അറിയണമെങ്കിൽ ഞാൻ ഉള്ളിടത്തൊന്നും തിരക്കണമായിരുന്നു. ഓക്കെ ആട്ടെ, എന്താ സഹസംവിധായക മാറ്റർ? അല്ല, ക്യാമറമാൻ വിളിക്കുന്നു. ക്യാമറമാൻ വിളിക്കുന്നു? ഞാൻ അങ്ങോട്ടല്ല ചെല്ലണ്ടേ. ക്യാമറമാനോട് ക്യാമറ ഇട്ട് ഇങ്ങോട്ട് വരാൻ പറ. അതല്ല സാർ, പൂജയ്ക്കാ. അതെ, സോറി, ഞങ്ങൾ അമ്പലത്തിൽ പോവാറില്ല. ആ പൂജ അല്ല സാർ, പിന്നെ ഇത് സെറ്റ് നടക്കുന്ന പൂജ. സെറ്റില് പൂജ നടക്കുന്നു? പൂജയല്ല, പൂജ. പോയമോൻ, ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും, നമുക്കറിയാൻ മേലണ്ടാണ്. കോയമോനെ, ഇവര് ഏതിലേ കൂടെ നോക്കണം കാണല്ല, ഇതിലെയാണോ? ഇതൊന്നും കാണണല്ലോ. ഇങ്ങോട്ടേ ഇതിൽ നോക്കി. എന്തെങ്കിലും കാണണ്ട? ഇതിലും ഒന്നും കാണാനില്ല. ക്യാമറ അവിടെ വെക്കട്ടെ സാർ. ഇയാളെ കൊണ്ട് വലിയ ശല്യം കിട്ടുന്നുണ്ട് കേട്ടോ. ക്യാമറ നീ എന്താ മുകളിലേക്ക് നോക്കണേ? തേങ്ങ വീഴാത്ത സ്ഥലം നോക്കിയതാ, അവിടെ തേങ്ങ വീടില്ല. ക്യാമറ അവിടെ വെക്കാൻ പറ. മിസ്റ്റർ ക്യാമറമാൻ, നമുക്ക് ആ ക്യാമറ അവിടെ വെക്കാം. അവിടെയോ? അവിടെ ശരിയല്ലോ സാർ. എടോ, ഇയാൾ മേളിലേക്ക് നോക്കിയേ. വല്ല ഉണങ്ങിയ തേങ്ങ ഓല വല്ലതും ഉണ്ടാവും നോക്കിയേ. ക്യാമറ അവിടെ വെച്ച് സേഫ് ആയിരിക്കും. ഇയാൾ ക്യാമറ എടുത്തോ. പൊക്കിക്കോ. അതെ, നീ വിട്ടുകൊടുക്കരുത്. നീ താഴ്ന്നു കൊടുത്ത പ്രശ്നമാണ്. പിന്നെ സംവിധായകരുടെ തലയിൽ കയറുന്ന വർഗങ്ങളാണ് ഈ ക്യാമറമാൻമാര്. അതൊക്കെ എനിക്ക് അറിയാൻ പാടില്ലേ? എന്റെ തലയിൽ കയറിയണ്ടല്ല, വിവരം അറിയാവൻ. കുത്തി മലത്തി കളി ഞാൻ. അതെ, നീ അറിയിക്കണം. ഇയാള് വരുന്നുണ്ട്. ഇയാളെ കൂടെ വലിയ ചൊല്ലിയിട്ടോ. ഇയാളെ പറഞ്ഞോടാ നോക്ക്. ക്യാമറ വെച്ചു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഷോട്ട് ഏതാ? ഇനി എടുക്കാൻ പോകുന്ന ഷോട്ട് അത് ഒരു സൂം ബാക്ക് തന്നെ ആയിക്കോട്ടെ. ഫസ്റ്റിലെ സൂം ബാക്ക് അങ്ങനെയല്ലേ കോയമോൻ? അത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഒന്നാക്കണ്ട, നാളെ ഒരു പണി, ആദ്യത്തെ ഷോട്ടല്ലേ, നമുക്ക് ഇരട്ട സംഖ്യ വേണ്ട, ഒറ്റ സംഖ്യ മതി. ഒരു 5 സൂം ബാക്ക് ഫാസ്റ്റ് ആയിട്ട്. ഹലോ, ആ ക്യാമറയുടെ ബാക്കിലേക്ക് മാറ്. സൂം ബാക്ക് വരാൻ പോണു, മാറ്. സാറേ, മേക്കപ്പ് തുടങ്ങട്ടെ? തുടങ്ങിക്കോളൂ. സാറേ, കൈക്കല്ല, മുഖത്താണ് മേക്കപ്പ് ഉണ്ടത്. കബീർ മുണ്ടക്കയത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മേക്കപ്പ് ഇടണം. പാൻ കേക്ക് തീരും. പാൽ കേക്കോ ക്രിസ്മസ് കേക്കോ എന്തായാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ എല്ലാ ഭാഗങ്ങളും നല്ല ഗ്ലാമർ ആയിരിക്കണം. മേക്കപ്പ് സാധനമേ, മലപ്പുറത്ത് മാത്രം മുണ്ടക്കയത്തിന് 30,000 ആരാധികമാരാ. 30,000. അതിന്റെ 15,000. സാറിന്റെ മുഖം മാത്രല്ല അവര് നോക്കുന്നത്, സാറിന്റെ അടിമുടി വരെ ഇങ്ങനെ നോക്കണേ. സാർ ജ്യൂസ്. എന്താടോ ഇതിങ്ങനെ? സാർ മുന്തിരി ജ്യൂസ് ഇങ്ങനെയാണ് സാർ. ഇതിലെവിടെ മധുരം? പോയി ഷുഗർ ഇട്ട് വാ. എടോ സാധനമേ, ഈ ഫിഗറിന്റെ സീക്രട്ട് കംപ്ലീറ്റ് ഷുഗറാ. പോയി മധുരിട്ട് പാടോ, വൃത്തികിട്ടവൻ പെരിച്ചഴി. സാർ, ഇയാളാരാ? ഞാനാണ് കോസ്റ്റമർ ലാലു. +2 വിദ്യാർത്ഥികളുടെ യൂണിഫോം റെഡി ആയിട്ടുണ്ട്. ഇയാളൊരു പണി, ആ മുണ്ടക്കയത്തിന് എടുത്തു കൊടുക്ക്. നായിക കോസ്റ്റ്യൂം ഇട്ടാ കുഴപ്പമില്ല, മുണ്ടക്കയത്തിനെ +2ലാക്കാൻ കുറച്ച് പണിയാ സാർ. ഇവിടെ തന്റെ അടുത്ത് ഞാൻ മുണ്ടക്കയത്തിന് സ്കൂളിൽ ചേർക്കാനല്ലല്ലോ പറഞ്ഞത്. അതല്ലേ സാർ? ഇവിടെ അയാളെ താൻ എങ്ങനെയെങ്കിലും അണിയിച്ചൊരുക്കി കൊണ്ടാ. മണി 10 സമയമാണ്, ടേക്ക് എടുക്കണം. അതെ, താൻ പോയി റെഡിയാക്കോ. ശരിയല്ല. നീ ഇപ്പോഴാ ശരിക്കും ഒരു ഡയറക്ടർ ആയത്. നീ പറയുന്ന കേൾക്കാൻ ഇവിടെ എത്ര പേരാ? അതെ, ഒരു മിനിറ്റ്. കാര്യം നീ എന്റെ പൂർവ്വകാല സുഹൃത്തൊക്കെ ആയിരിക്കും, പക്ഷെ ഈ സെറ്റിൽ വെച്ചിട്ടുള്ള ഇടപെട വിളി ഉണ്ടല്ലോ, അത് വേണ്ട. പിന്നെ സാറേന്ന് വിളിക്കണോ? അതെ, ഇവിടെ നീ എന്റെ കീഴിലാണ്. നീ മാത്രമല്ല, ഇവിടെ എല്ലാവരും എന്റെ കീഴിലാണ്. അത് ശരി, ഒരു ഡയറക്ടറായിട്ടുള്ള എന്നെ തന്നെ നീ ഡയറക്ട് ചെയ്ത് പഠിക്കണം. നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ? അതല്ല, ഒരു 10 രൂപ ചോദിച്ചതാ. രാവിലെ ചായ കുടിച്ചിട്ടില്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ. സാറ് മേക്കപ്പ് ആണ് ഉദ്ദേശിച്ചത്? അതെ, മേക്കപ്പ്. എന്താ മിസ്റ്റർ ഷോട്ട് എടുക്കട്ടെ? എനിക്കിങ്ങനെ സെറ്റിൽ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അത് പിന്നെ ഈ പല്ലവി എവിടെ? പല്ലവി എന്നല്ലോ നമ്മുടെ നായകരുടെ മാളവികല്ലേ പറഞ്ഞു. ആ പല്ലവി അല്ല, പല്ലവി. അതെ, ഇത് പല്ലവി. അനുപല്ലവി. അവളാരാണ്? ടേക്കായ വിളിക്കാം. പെട്ടെന്ന് ടേക്ക് ആക്കൂ. എനിക്ക് മലപ്പുറത്ത് ഒരു കട ഉദ്ഘാടനം ചെയ്യണ്ടേ. ശവപ്പെട്ടി കട. പല്ലവി അറിയാത്ത തെണ്ടികൾ. സാർ, ആദ്യത്തെ 4 വരിയാണ് പല്ലവി, പിന്നെ വരുന്ന 4 വരി അനുപല്ലവി. അതെ, പിന്നെ ചരണം. മരണല്ല, ചരണം. ശരണം. ഈ മലയ്ക്ക് മുമ്പ് അയ്യപ്പന്മാരെ വിളിക്കല്ലേ? അതല്ല, ചരണം. എന്താണ്? എടങ്ങന്നേ ഈ പല്ലവി അനുപല്ലവിയും ചരണവും മരണമൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ ആ മുണ്ടക്കത്തിനൊന്നും ഞെട്ടിച്ചാണ്. താൻ അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ?
കൂടുതൽ ഭാരിച്ച കാര്യം ഒന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. താൻ തന്നെ ഏൽപ്പിച്ച പണി ചെയ്താൽ മതി. പോയി ചായം ചോറൊക്കെ റെഡിയായി നോക്ക്. ചെല്ലേ എങ്ങനെ എന്താടാ എന്താ സാർ? എടാ ഒരു പാട്ട് എഴുത്തുകാരന് മിനിമം പല്ലവിയെങ്കിലും അറിഞ്ഞിരിക്കും. ഇതിപ്പോ ആ സഹസംവിധായകന്റെ അടുത്ത് ഞാൻ അറിയില്ലേ? അതെ, ഇതൊക്കെ വെറും സാങ്കേതിക പദങ്ങൾ മാത്രം. എന്റെ കവിതയ്ക്ക് ജീവനുണ്ടോ? നിങ്ങൾ അത് നോക്കിയാൽ മതി. എടാ ആദ്യത്തെയും അവസാനത്തായിട്ടുള്ള 2 അക്ഷരം ആ കവിതയിൽ നിന്റേതായിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ആ മുണ്ടക്കയം തിരുത്തി. പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അയാൾ വിളിച്ചിട്ട് എന്നെ എന്തോരം തെറിയ പറഞ്ഞെന്നറിയോ? അതെങ്ങനെയാണ്? നിനക്കൊരു അവസരം തന്നെ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വരും. അതെ, എന്റേതാണ് പ്രൊഡ്യൂസർ, അത് നീ മറക്കണ്ട. നമസ്കാരം. ഞാൻ മാളവിക. ഓ ഹെറോയിൻ. ഹെറോയിൻ അല്ല സർ, ഹീറോയിൻ. ഹെറോയിൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നാ. എടോ ഇതും ഒരു തരത്തിൽ പറഞ്ഞ മയക്കുമരുന്ന് തന്നെയാണ്. മേക്കപ്പ് ഇത് മതിയോ സർ? ഇതൊക്കെ എന്റെ ജോലിയാണ്. മേക്കപ്പ് നമസ്കാരം. ഞാൻ ഈ മേക്കപ്പ് കുറവുണ്ടാവും നോക്കിയതാ. നമ്മുടെ സെറ്റിൽ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. ഡയറക്ടറെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഓരോ ഫ്രെയിമും ചടുലമാണ്. എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഇത് ആൽബങ്ങൾ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും. നല്ല പീസ്. എന്നെ അനുഗ്രഹിക്കണം. ഇത് രാവിലെ തുടങ്ങിയതാ. എല്ലാവരും വന്ന് എന്റെ കാലിലിട്ട് വീഴും. ആദ്യം ക്യാമറമാൻ വന്നു വീണു, പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ. അല്ലടോ ഏതായി പുതുമുഖ നടി? ഇത് നടിയല്ല, എല്ലാ നടികളും ആരുടെങ്കിലൊക്കെ മകളോ പെങ്ങളോ ആയിരിക്കും. ഉള്ളത് പറയാലോ. എനിക്ക് പറ്റിയ നായികയാണ്. അപ്പോഴേ സാറേ നമുക്ക് ഷോട്ട് എടുക്കാം. കുറെ നേരമായി ഞാൻ തന്നെ വെയിറ്റ് ചെയ്യുന്നു. ഇനി അല്പം താൻ എന്നെ വെയിറ്റ് ചെയ്യും. ചെല്ലോ എനിക്ക് പ്രൊഡ്യൂസറുമായി അല്പം ഡിസ്കസ് ചെയ്യാറുണ്ട്. ആയിക്കോട്ടെ. നമ്മളെ ലൊക്കേഷനൊക്കെ ഇഷ്ടമായോ? ലൊക്കേഷൻ ഇഷ്ടമായി. ആക്ഷൻ. ജാഫർ അബുദാബി. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഡയറക്ടറിന്റെ അളിയനാണ്. ഒരേ ഒരു അളിയൻ, ആലി കോയ. ഡയറക്ടറിന്റെ അളിയൻ ഒന്ന് കാണണം. ഡയറക്ടറിന്റെ അളിയനാ. എന്ത് പണിയെ കാണിച്ചത്? എന്ത് പണി കാണിച്ചു? സീൻ നശിപ്പിച്ചില്ലേ? ഞാൻ സീൻ നശിപ്പിച്ചെന്നു. ഞാനൊരു സീൻ ഉണ്ടാക്കാൻ വേണ്ടി. അതെനിക്ക് മനസ്സിലായി. സീൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നു. നിന്റെ പെങ്ങളുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കേട്ടോ ഇത് ജാഫർ അബുദാബി. അളിയാ ഈ ആൽബത്തിൽ ഇവനെ നായകനാക്കണം. ഈ കുർക്കാസിനെ നടക്കൂല അളിയാ. അളിയൻ കരുതുന്ന പോലെ ഈ വക അലമ്പ് പരിപാടി ഇവിടെ നടക്കൂല. ഇവിടെ നടക്കൂല. ലൈറ്റ് റെഡിയാണ് സർ. ഇവിടെ ആദ്യം ഇതൊന്ന് ബാക്കപ്പ് ഇട്ട് എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. അളിയാ ഇവന് വേണ്ടി അളിയെ റെക്കമെൻഡ് ചെയ്യരുത്. അളിയാ ഇവന്റെ കയ്യിൽ നിന്ന് ഒരു 20,000 രൂപ ഞാൻ വാങ്ങി. അളിയൻ ഒരു പാട്ട് ഇവന് കൊടുക്കണം. ഒരൊറ്റ പാട്ട്. ഇത് ചക്കച്ചോളയാണോ വരുന്നവനൊക്കെ എടുത്തു കൊടുക്കാനായിട്ട്? അതെ, ഒരു മുഴുവൻ പാട്ട് ഈ ജാഫർ അബുദാബിക്ക് കൊടുത്തേ പറ്റൂ. മുഴുവൻ പാട്ട് കൊടുക്കാൻ പറ്റിയ സാധനം ആകെ ഒരു കുടിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ടോ? ഒന്നും വേണ്ടെന്നോ? 2 ഗ്രേപ്പ് ജ്യൂസ്, മനസ്സിലായില്ലേ? ആപ്പിൾ ജ്യൂസ് എടുത്തണ്ട് വാ അളിയാ. പിന്നെ വേറെ 2 പേരും കൂടിയുണ്ട്. അവർക്ക് മുഴുപ്പാട്ട് അളിയെ കൊടുക്കണ്ട, 2 പേര് വെച്ച് കൊടുത്താൽ മതി. അല്ല എന്ത് കണ്ടിട്ടാണ് താനൊക്കെ അഭിനയിക്കാൻ ഇറങ്ങിയത്? ഒരല്പം ഹൈറ്റ് കുറഞ്ഞതിനാ 20,000 രൂപ അളിയന്റെ ഈ അളിയന് എണ്ണിക്കൊടുത്തത് ചരപ്പ് കട തുടങ്ങാൻ. അളിയനെ പോലെ ചരപ്പ് കടയല്ല, ചെരിപ്പ് കട. അതെ, ഒന്നെങ്കിൽ ഇവനെ സെറ്റിൽ നിർത്തുക, അല്ലെങ്കിൽ പെങ്ങളെ മൊഴി ചൊല്ലി സെറ്റിലാക്കുക. ഇതിൽ ഏത് സെറ്റിൽമെന്റ് ആണ് അളിയന് താല്പര്യം? എന്താ കോയമൻ ഇത്? എന്തിത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ കവിത ഇവൻ ചുവന്ന വശം കൊണ്ട് വെട്ടി ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഷോട്ടുകളായി എന്റെ പാട്ടെടുത്തങ്ങനെ നീ തരം തിരിച്ചാ നീ ഭീമനറിയും. അറിയോ? നീ വെള്ളമടിച്ചല്ലേ? അല്ലോ നീ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത്? ആ സഹസംവിധാനം ഉള്ളതുകൊണ്ടാ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ സഹസംവിധാനം ഒരുപാട് നമ്പണ്ട, അവൻ കിഴങ്ങ് മെയിൻ ആവും കേട്ടോ. എടാ തൽക്കാലം നീ ഒന്ന് അടങ്ങ്. പിന്നെ നീ ഏത് സാറെന്താ നീ തൊപ്പിയും വെച്ച് നടക്കുന്നത്? എടാ നിനക്കറിയോ, സത്യം പറഞ്ഞ ഒരു സർക്കസ് ആണ് ഈ ഡയറക്ഷൻ. സംവിധാനം ഈസിയാണ്, ആനയാണ്, കുതിരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എടാ ഇവിടെ വരുന്നവർ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പുറമേ നോക്കുമ്പോ എന്താ ഈസി ഡയറക്ഷൻ എന്ന് പറഞ്ഞ. അതുകൊണ്ടാണല്ലോ ഈ തൊപ്പി നല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചേക്കണത്. സംവിധായകനല്ല പ്രശ്നം, ആ ക്യാമറമാനാണ്. അയാൾ ആൾക്കാരിടയിൽ വെച്ചിട്ട് എന്റെ അടുത്ത് വയ്ക്കും, അടുത്ത ഷോട്ട് എന്താണ്, അടുത്ത ഷോട്ട് എന്താണ്. എടാ എഴുതി വെച്ച ലിസ്റ്റിലുള്ള മുഴുവൻ ഷോട്ട് തീർന്നു. പിന്നെ അയാൾ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് ഷോട്ട് കൊടുക്കാനാണ്? അയാൾ പറഞ്ഞിട്ട് ഞാൻ വെടി വെച്ച് കൊല്ലി. ഞാൻ ക്യാമറ എവിടെ വെക്കണം? എവിടെ വെക്കണമെന്ന് ഞാൻ താൻ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്ക്.
പക്ഷെ ഈ നാട്ടുകാരുടെ ഇടയിൽ വെച്ചിട്ട് എനിക്കിട്ട് വെക്കല്ലട്ടാ. താനെന്താ ഒരുമാതിരി ആക്കി മാറി പറയുന്നത്? ഞാനെന്താ തന്റെ അടിമയാണോ? അത് അങ്ങനെയല്ല, അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ചേട്ടന് ഇഷ്ടമുള്ള വെച്ചോ, ഞാൻ ഒന്നും പറയൂല. ആട്ടം പാട്ടും കൂത്തും കൊണ്ടൊരു കൂട്ടം വന്നെത്തി. പാട്ടിൻ പേരിൽ നാട്ടിൽ പുതിയൊരു രോഗം കണ്ടെത്തി. ആട്ടം പാട്ടും കൂത്തും കൊണ്ടൊരു കൂട്ടം വന്നെത്തി. പാട്ടിൻ പേരിൽ നാട്ടിൽ പുതിയൊരു രോഗം കണ്ടെത്തി. രോഗം പരത്തുന്നതാരേ, ഈ ദ്രോഹം നടത്തുന്നതാരേ? അഭിനയ ചുരമോഹവുമായി അറബിപ്പണജാടയുമായി ഓടിയെത്തും പോഴന്മാർ, സുന്ദരന്മാര്, അവരുടെ കിങ്കരന്മാര്. ആട്ടം പാട്ടും കൂത്തും കൊണ്ടൊരു കൂട്ടം വന്നെത്തി. പാട്ടിൻ പേരിൽ നാട്ടിൽ പുതിയൊരു രോഗം കണ്ടെത്തി. ഏത് തലകാഞ്ഞ മോനും ഒരു പടുപാട്ട് പാടാം. അതിനായി കോട്ട് തയ്ച്ചവർ ഒത്തിരി പേരുണ്ട്. ആ പാട്ട് പാടി നടക്കാൻ ഒത്തിരി പേരുണ്ട്. അതിനായി കോട്ടു തയ്ച്ചവർ ഒത്തിരി പേരുണ്ട്. ആ പാട്ട് പാടി നടക്കാൻ ഒത്തിരി പേരുണ്ട്. ആക്ഷൻ. തനതന്തി താരതന്തി തന്തിന്നാനോ, തനതന്തി താരതന്തി തന്തിന്നാനോ. പൊന്നരിവാളം വിളിമാളെ വമ്പത്തി, പൊന്നിന്നഴകേ മോളെ വഞ്ചത്തി. മുത്തേ സത്തേ കണ്ണേ കരളെ, മൈലാഞ്ചി കയ്യിലണിഞ്ഞു റസിയ, നാളെ താലി ചാർത്തിടാ. തനതന്തി താരതന്തി തന്തിന്നാനോ, തനതന്തി താരതന്തി തന്തിന്നാനോ. ഈശ്വരനെ അടിപൊളി. ആട്ടം പാട്ടും കൂത്തും കൊണ്ടൊരു കൂട്ടം വന്നെത്തി. പാട്ടിൻ പേരിൽ നാട്ടിൽ പുതിയൊരു രോഗം കണ്ടെത്തി. ഒരു പെട്ടി തുറന്നാൽ പാട്ട്, ഒരു കുട്ടി കരഞ്ഞാൽ പാട്ട്. ഈ പാട്ട് കേട്ട് പൊട്ടിക്കരയണ് പാട്ടിന്നു പാപ്പാ. ഇത് മൂത്ത രോഗം, ഇതിനി മരുന്നു വേണം കൊല്ലാക്ക. അല്ലെങ്കിൽ പാട്ടേ പൊന്നേ കരളെ നീ നാളെ തീർന്നു പോകൂലേ. അല്ലെങ്കിൽ പാട്ടേ പൊന്നേ കരളെ നീ നാളെ തീർന്നു പോകൂലേ. ആട്ടം പാട്ടും കൂത്തും കൊണ്ടൊരു കൂട്ടം വന്നെത്തി. പാട്ടിൻ പേരിൽ നാട്ടിൽ പുതിയൊരു രോഗം കണ്ടെത്തി. നടക്കടാ അങ്ങോട്ട്, നടക്കടാ. പ്രൊഡ്യൂസർ ഞാൻ ആദ്യമായിട്ടാണ് സാറേ. ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അറിയിക്കണമെന്ന് എനിക്കറിയില്ലേ? എനിക്കൊന്നും അറിയില്ല സാറേ. അറിയാത്ത പണിക്ക് ഇറങ്ങുമ്പോ ആലോചിച്ചിട്ട് വേണം. ആലോചിക്കാൻ ഇവര് സമയം തരണ്ടേ? കൺട്രോളർ, തന്നെ കുറിച്ച് എനിക്ക് കിട്ടിയ വിവരം ഇതുപോലുള്ള നിർമ്മാതാക്കളെ താൻ കുളിപ്പിച്ചെടുത്താറുണ്ടെന്നാ. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ടെന്ന് അറിയോടാ നിനക്ക്? ഞാൻ എണ്ണി നോക്കിയിട്ടില്ല സാർ. എണ്ണി തറട. ഒരു കവി. ഇതാര്? കബീർ മുണ്ടക്കൻ. കഷ്ടകാലത്തിനൊരു പാട്ട് ഹിറ്റായി. പിന്നെ താൻ മാപ്പിളപ്പാട്ടിന്റെ തണലിൽ പടർന്നു പന്തലിച്ചു. തന്നെ വളർത്താനും ഊട്ടാനും കുറെ മ്യൂസിക് ഡയറക്ടർമാരും സംവിധായകരുണ്ടായി. ഗൾഫിൽ ചെന്ന് അറബിയെ പറ്റിച്ചു കൊണ്ടുവന്ന കാശിന് കുറെ മേക്കപ്പും പൂശി പാകമില്ലാത്ത കുപ്പായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കാം.
നടന്മാർ യുവന്മാരുടെ കൺട്രോൾ ഏറ്റുമ്പോ കൺട്രോൾ ചെയ്യാൻ കുറെ പിമ്പുകളും. ആമിന പ്രൊഡക്ഷന്റെ പേരിൽ ബുക്ക് ചെയ്ത മുറിയിൽ നിന്നാണ് അനാശാസ്യ പ്രവർത്തനത്തിന്റെ പേരിൽ രണ്ടുപേർ പിടിയിലായത്. ഞമ്മക്കൊന്നും അറിയില്ല, സത്യമായിട്ട് ഞമ്മക്കൊന്നും അറിയില്ല. അതൊക്കെ കോടതി പറഞ്ഞാ മതി. കേസാക്കരുത് സാറേ. എന്റെ മോളെ കല്യാണത്തിന് വെച്ച പൈസ കൊണ്ട് അവര് ഈ ആൽബം പിടിച്ചത്. പൈസ ഒക്കെ പോയി. ഇനി മാനം കൂടി പോയാ ജീവിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് മാപ്പ് തരണം സാർ. ജീവിതത്തിൽ ഒരു ഷൂട്ടിംഗ് പോലും നേരിട്ട് കാണാത്ത താനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുപാട് മഹാരഥന്മാർ കടന്നുപോയ വഴികളിലാണ് നിങ്ങളൊക്കെ ചീത്തപ്പേരുണ്ടാക്കുന്നത്. ലോഡ്ജിൽ വെച്ച് നടന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു ബന്ധമില്ല സാർ. അതൊക്കെ കോടതിയിലാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഞങ്ങൾ ഇവിടെ FIR എഴുതും, അതിനുള്ള തെളിവുണ്ട്. ഒരു അപേക്ഷയുണ്ട് സാർ. പ്രൊഡ്യൂസർ ഈ കേസിൽ നിന്നൊന്ന് ഒഴിവാക്കണം. അവരുടെ മകളുടെ കല്യാണമാണ് അടുത്ത മാസം. പ്ലീസ്. നിങ്ങളെ കരുതി തൽക്കാലം കേസാക്കുന്നില്ല. പിന്നെ ഒരു കാര്യം, മേലാൽ ഷൂട്ടിങ്ങിന്റെ മറവിൽ ഇത്തരം വൃത്തികേടുകൾ കാട്ടിക്കൂട്ടിയാൽ അന്ന് എന്റെ തനിനിറം കാണും. കോൺസ്റ്റബിൾ സാർ, ഇവരെ വിട്ടേക്ക്. ഓക്കെ സാർ. താങ്ക്സ്. അത് പിന്നെ മത്തായി, ഹലോ ഹലോ മത്തായി. കട്ടാക്കിയവൻ. അവനെന്താ പറഞ്ഞത്? അവൻ നമ്മളെ ചതിക്കായിരുന്നു. ചതിക്കേ? നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കലേ. ആ നമ്പർ കിട്ടുന്നേ, ഞാൻ വിളിക്കാം. അവന് നമ്പറൊന്നുമില്ല. അവനെ ബൂത്തിനാ വിളിച്ചത്. ഇനി എന്തെങ്കിലും കാണാൻ പറഞ്ഞ ഫോൺ കിട്ടിയത്. എടാ, ഇന്നലെ സെൻസറി എന്ന് പറഞ്ഞിട്ട് അയാൾ 20,000 രൂപ കൂടി മേടിച്ചിട്ട് പോയതല്ലേ? ആമിനയുടെ ആവരണം പണയം വെച്ചാ മൈനാജ് എനിക്ക് ആ പണം തന്നത്. എടാ, പ്രൊഡ്യൂസറോട് നമ്മൾ ഇനി എന്ത് പറയും? ഒന്നും പറയാതെ അവനെ പോലെ നമ്മൾ മുങ്ങുന്നു. നീ എന്തൊക്കെ പറയണം? മത്തായിനെ പോലെ അങ്ങനെ നമുക്ക് ഒഴിഞ്ഞു പറയാൻ പറ്റുമോ? പറ്റണം. എന്നാലേ ഈ ഫീൽഡിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും. എനിക്ക് തൽക്കാലം അങ്ങനെ വേണ്ട. എന്തൊക്കെ നുണയണ മത്തായി നമ്മളോട് പറഞ്ഞത്? ഗൾഫ് റൈറ്റ്സ് 1 ലക്ഷം, കേരളത്തിലെ റൈറ്റ്സ് 2 ലക്ഷം. എങ്ങനെ ഞാൻ ആ പ്രൊഡ്യൂസർ മുഖത്തിന്? അതെ, സംഗതി നമ്മളും പെട്ടു. ഇനി രക്ഷപ്പെടണമെങ്കിൽ താൽക്കാലികമായി ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കണം. ഞാൻ കാരണം പെണ്ണിന്റെ കല്യാണം മുടങ്ങിയല്ലോ പടച്ചോനെ. അതെ, അങ്ങോട്ട് മാറിയുന്നേ. നീ ബാക്ക് ആയിട്ട് എവിടെ പോണം? അതെ, ഞാൻ ഒരിക്കൽ കൂടി പറയാ, നീ വരുന്നെങ്കി വാ. ഇങ്ങനെ പോയവരാ ഇന്ന് വലിയ നിലയിലെത്തിയിട്ടുള്ളൂ. ഒരു കുടുംബത്തിനെ പ്രാക്ക് മുഴുവൻ മേടിച്ചിട്ട് ഏത് വലിയ നിലയിലെത്തിയിട്ട് എന്താ കാര്യം? നീ അങ്ങനെ പോകണ്ട. ആ ബാഗ് വിടാനാ? അതെ, നീ നാട്ടുകാരെ സേവനം ചെയ്തേ പ്രൊഡ്യൂസറെ കടവുണ്ട് വീട്ടിക്കോ. ഈ കോരപ്പുഴ കോയാമോനെ ഇനി പണിക്ക് കിട്ടില്ല. ആരൊക്കെ നശിച്ചാലും വേണ്ടില്ല, എനിക്ക് നന്നാവണം. ഗുഡ് ബൈ. നീ വരവില്ലാത്ത മണ്ടൻ. പത്രത്തിൽ വന്നതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. പത്രത്തിൽ വന്നതൊക്കെ ഞാൻ കാര്യമാക്കുന്നു. എന്റെ സ്ത്രീധന കാശെടുത്തിട്ടാ നിങ്ങൾ ഈ ആൽബം പിടിച്ചത്. സ്ത്രീധനമില്ലാതെ ആമിനിയെ കെട്ടാൻ എനിക്ക് മനസ്സില്ല. സ്ത്രീധനം ഹറാമല്ലേ? ആൽബം എടുക്കണം പിന്നെ ഹലാലാണല്ലോ. വെറുതെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതേ. ഞാൻ പിന്നീട് പറഞ്ഞ പൈസ ശരിയാക്കി തരാ. അതിന് കുറച്ചുകൂടി സാവകാശം നമുക്ക് തരണം. പറഞ്ഞ പൊന്നും മണവും കിട്ടാതെ ആമിനിയെ കെട്ടാൻ എന്നെ കിട്ടില്ല. ഒരു ഗൾഫുകാരനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ കരുതിയിരിക്കുന്നത്? പിന്നെ തോട്ടുമുക്കിൽ അബ്ദുൾ റഹ്മാന്റെ മകളുടെ ഒരു പർപ്പോസലേ ഇമ്മക്ക് വന്നിരിക്കണ്. പിന്നെ നിങ്ങളെ കണ്ടിട്ട് അവരോട് വാക്ക് പറയാന്ന് വെച്ച് നിൽക്കുക. സാവകാശം തന്നാ പറഞ്ഞ പൊന്നും പണവും നമ്മൾ തരും. നമ്മളെ മോളെ ഭാവി നശിപ്പിക്കരുത്. അതിനൊറ്റ വഴിയുള്ളൂ. സമ്മതമാണെങ്കിൽ ഞാൻ ഓക്കെ ആയിരിക്കും. ഈ വീടും സ്ഥലവും എന്റെയും ആമിനുടെയും പേരിൽ കല്യാണത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം. സമ്മതമാണെങ്കിൽ വിളിച്ചാൽ മതി. ഫോൺ നമ്പർ അറിയാലോ. മാമന് വിവരമുണ്ട്. അപ്പൊ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാണാം. കൊടുക്കൂ 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 കൊടുക്കൂ. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഒന്നും എനിക്കറിയില്ലായിരുന്നു. സത്യത്തില് അവരെന്നെ ചതിക്കായിരുന്നു. ഇപ്പൊ സമാധാനായില്ലേ? ഉദ്ദേശിച്ച പോലെ ഈ വിവാഹം മുടക്കിയില്ലേ? ഇല്ല, ഞാൻ മുടക്കിയിട്ടില്ല. പിന്നെ ആരാ? നിന്റെ ഈ കല്യാണം നടന്നു കാണാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു സത്യം. പക്ഷേ അത് തന്നോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല. തന്നെ കെട്ടാൻ പോകുന്ന ചെക്കൻ സുലൈമാനെ ഞാൻ നേരിട്ട് പോയി കണ്ടു. ഞാൻ എന്നോട് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു, ഐ ആം റിയലി സോറി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, സംഭവിച്ചു പോയി, ശപിക്കരുതെന്ന്. ഞാൻ തന്നെയും കുടുംബത്തെയും ഒരുപാട് ഒരുപാട് ദ്രോഹിച്ചു. മാപ്പാക്കണം. ഞാൻ മാപ്പ് തന്നാ നിങ്ങളുടെ പ്രശ്നം തീർന്നു. പക്ഷെ എന്റെ കുടുംബത്തിന് വരുത്തി വെച്ച അപമാനം അതാര് തീർക്കും?
അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരപേക്ഷയുണ്ട്. ഇനിയെങ്കിലും ഒരു കൺമുമ്പിലേക്ക് ജമാല് വരരുത്. കാരണം എനിക്ക് നിങ്ങളെ കാണുന്നത് അത്രയ്ക്ക് വെറുപ്പാണ്. താരമേ നീ എത്രയകലെ, നിൻചിരിയെന്നും എത്രയരികെ. ഓമനേ നീ മാഞ്ഞു പോയോ, നിൻ ഓർമ്മകളെന്നിൽ എത്ര മധുരം. ഓമനേ നീ മാഞ്ഞു പോയോ, നിൻ ഓർമ്മകളെന്നിൽ എത്ര മധുരം. താരമേ നീ എത്രയകലെ, നിൻചിരിയെന്നും എത്രയരികെ. കാലമേ നീ മറയുകയാണോ, കാത്തു നിൽക്കും മോഹവുമായി. പ്രേമയമുനേ നിന്നരികിൽ ഞാൻ കാത്തിരിക്കും ദേവനായി. താരമേ നീ എത്രയകലെ, നിൻചിരിയെന്നും എത്രയരികെ. സാഗരമേ നീ തിരയുകയാണോ, വീണുടഞ്ഞ നിൻ മുത്തുകളെ. നീലരാവിൽ പറന്നകന്നോ നീറിയലിയും നിർവൃതികൾ. താരമേ നീ എത്രയകലെ, നിൻചിരിയെന്നും എത്രയരികെ. ഓമനേ നീ മാഞ്ഞു പോയോ, നിൻ ഓർമ്മകളെന്നിൽ എത്ര മധുരം. താരമേ നീ എത്രയകലെ, നിൻചിരിയെന്നും എത്രയരികെ. എവിടേക്കാ? രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള വരവാണല്ലേ? അനക്ക് തോന്നിയതുപോലെ വന്നു കയറാൻ ഇതെന്താ ലോഡ്ജ് മുറിയാന്ന് കരുതിയ? അല്ല, അത് പിന്നെ ഞങ്ങൾ എവിടെ പോകും പാപ്പ? അത് എനിക്കറിയാം. ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ സമ്മതത്തോടെയാണോ ഈ അവളെ കെട്ടിയത്? മോളെ, എന്ത് കണ്ടിട്ടാ ഈ ഇവന്റെ കൂടെ പോകുന്നത്? അറിയാത്ത ജോലി ചെയ്ത് കുടുംബത്തിന് വേടക്ക് പേരുണ്ടാക്കിയവൻ. ബാപ്പ കഴിഞ്ഞൊക്കെ മറന്ന് സ്വീകരിക്കണം അല്ലേ? എത്ര നിസ്സാരം എനിക്കിത്. മോളെ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല.
ഈ പ്രായത്തിലൊക്കെ ശരിയാന്ന് തോന്നും. ജീവിക്കുമ്പം തിരിയും കണ്ടതും കേട്ടതും അല്ല കാര്യമൊന്നും. പിന്നെ ഇവന്റെ കാര്യം സ്വന്തം അന്നം തന്ന തൊഴിലിനെ തള്ളിപ്പറഞ്ഞവനാ. നാളെ അന്യവന് വേണ്ടാന്ന് തോന്നിയാലോ? എൻ്റെ മോള് സ്വന്തം കുടിയിലേക്ക് തന്നെ പോയിക്കോ. ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മനസ്സ് ബേജാറാക്കിയിട്ട് ഒന്നും നേടാനില്ലേ ചെറിയ ദുനിയാവിൽ. നീ എന്താ വിചാരിച്ചത്? ഇവളെ കെട്ടി പൊറുക്കാന്നു അനക്ക് അറിയില്ലെന്നെ. ഞങ്ങളെ അംഗീകരിക്കണം. ഒരു തോട്ടിപ്പണിക്കാരനെ കെട്ടിച്ചു കൊടുത്താലും അനക്ക് ഞാൻ ഇവളെ തരൂല. നിന്നെ പറ്റിച്ചോനാക്കി. ശരിയാ, മനഃപൂർവ്വമല്ലെങ്കിലും ഞാൻ പറ്റിച്ചെന്ന് പറഞ്ഞ നേര. പക്ഷെ അതിനേക്കാൾ വലിയൊരു തെറ്റാ ഞാനിപ്പോ ചെയ്തത്. ആകെയുള്ളൊരു മോളെയാ ഞാൻ സമ്മതമില്ലാതെ രജിസ്റ്റർ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. മാപ്പാക്കണം. മോളെ, രക്തബന്ധമില്ലാത്തവനെ പോലെ ഈയും ബാപ്പാനെ പറ്റിച്ചില്ലേ? നിങ്ങളുടെ അനുവാദമില്ലേ ഞാനിവിടെ കല്യാണം കഴിച്ചു? അർഹതയില്ലെന്നറിയാം, എന്നാലും ചോദിക്കുക. ഇവളെ എനിക്ക് തന്നൂടെ? ആമിന, എന്നോട് ക്ഷമിക്കണം. സ്വന്തം വീട്ടുകാരെ മറന്ന് നമ്മൾ ഒന്നിച്ച മരണം വരെ നമുക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും. നമുക്ക് പിരിയാടോ? എന്നെ വെറുക്കരുത്. ഇത് നിങ്ങളുടെ മകളെ ഞാൻ തിരിച്ചേൽപ്പിക്കുക. അന്റെ കൂടെ ഇറങ്ങി വന്ന ഓളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് മുങ്ങുക. നിങ്ങളെ വിഷമിപ്പിച്ചില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യ? ദാമ്പത്യം ആൽബം ഷൂട്ടിംഗ് പോലല്ല. ആ ഒരു ഓർമ്മയുണ്ടായ നന്ന്. കോരപ്പുഴ കോയമോൻ, ഇവിടെ കോയമോനെ ഈ ആളാകെ മാറിപ്പോല്ല. എന്തൊക്കെയുണ്ട് ബറാബറേ വിശേഷങ്ങൾ? നമുക്കൊക്കെ എന്ത് വിശേഷടാ? ഇവിടെ ഇപ്പൊ ഏത് സി ഡി കടയിൽ നോക്കിയാലും നിന്റെ ഫോട്ടോ അല്ലേ. നീ ഇത്ര വലിയ പാട്ട് എഴുത്തുകാരനാവൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിന്നെ പോലെ ഞാനൊന്ന് പിന്തിരിഞ്ഞ് ഓടിയിരുന്നെങ്കിൽ ഇതുപോലെ വല്ല ജോലിയും ചെയ്ത് ഒരു ചെറിയ പത്രത്തിൽ ഏതെങ്കിലും ചരമകോളത്തിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മാത്രമായി ഞാൻ അങ്ങ് ഒതുങ്ങി പോയേനെ. ഞാൻ വന്നതേ നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താനാ. എന്നെ ജനങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നീയായിരുന്നു എന്റെ അരങ്ങേറ്റ സംവിധായകൻ. മറ്റൊരു അരങ്ങേറ്റം കൂടി ഈ കോരപ്പുഴ കോയമ്മൻ നടത്താൻ പോവുകയാണ്. എന്തരങ്ങേറ്റം? ഞാനൊരു തിരക്കഥാകൃത്താവാൻ പോവുകയാണ്. കൂടാതെ ആ കഥയിലെ ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷവും. നിനക്കറിയോ, ഈ ആൽബങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. പണ്ടത്തെ പോലെ ഈ പെമ്പിള്ളേരെ തട്ടോട്ടോ ഓടിച്ചിട്ട് ഒരു കാര്യമില്ല. നീയാണത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡയറക്റ്റ് അത് വേണ്ട. ഇനിയിപ്പോ ആ വർക്ക് കൂടി കുളമായിട്ട് ആ പ്രൊഡ്യൂസറെ മോളെ കൂടി കെട്ടാൻ അത് വേണ്ട. നീ വേറെ ആരെങ്കിലും നോക്ക്. ആ കാര്യത്തിൽ എന്റെ ജമാൽ രണ്ടത്താണ് പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും മകളില്ലേ? ഉണ്ട്. പിന്നെ പക്ഷെ 2 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു ഗൾഫുകാരൻ നാട്ടിൽ വരുന്നതും അവന്റെ സമ്പാദ്യങ്ങൾ കുടുംബക്കാർ തട്ടിയെടുക്കുന്നതുമാണ് കഥ. അതെ, ഗൾഫുകാരന്റെ കഥയ്ക്കാണ് മാർക്കറ്റ് ജമാലേ. അനക്ക് രക്ഷപ്പെടാൻ പടച്ചോൻ കൊണ്ട് തന്ന പറഞ്ഞുകൂട്. ഒരിക്കലും ഇവൻ രക്ഷപ്പെടുത്തി എന്റെ ചൂട് ഇപ്പോഴും മാറിയിട്ടില്ല. കോയമോനെ, ഞാൻ ഈ നാട്ടുകാരെ താടി മുടിയൊക്കെ പഠിച്ച് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞോളാം. അതെ, അന്നത്തെ അലക്കുകാരൻ കോയല്ല നിന്റെ ഈ മുന്നിൽ നിൽക്കുന്നത്. ഇന്നത്തെ ഹിറ്റ് പാട്ടെഴുത്തുകാരൻ കോരപ്പുഴ കോയോമനായി നിൽക്കുന്നത്.
ഇങ്ങോട്ട് നോക്ക്. എനിക്ക് ഇവരെ സംവിധാനം കിട്ടാഞ്ഞിട്ടല്ല, നിന്റെ കൈക്ക് നല്ല ഐശ്വര്യമുണ്ട്. ഒരിക്കൽ കൂടി നമ്മൾ ഒന്നിക്കുന്നു. ഞാനില്ലേ നിന്റെ കൂടെ, ഒന്ന് പയറ്റി നോക്കാടാ. എന്നാ പിന്നെ എന്നാ പിന്നെ എന്നാ പിന്നെ പിന്നെ എന്നാ പിന്നെ എന്നാ പിന്നെ എന്നാ പിന്നെ ആക്കണ്ട. ഇപ്പൊ വാടാ എന്റെ കൂടെ വരാൻ. സോറി ബ്രദർ, ഇനി മുതൽ എന്റെ പണി ഇതാണ്. ആക്ഷൻ. ആട്ടം പാട്ടും കൂത്തും കൊണ്ടൊരു കൂട്ടം വന്നെത്തി. പാട്ടിൻ പേരിൽ നാട്ടിൽ പുതിയൊരു രോഗം കണ്ടെത്തി. ആട്ടം പാട്ടും കൂത്തും കൊണ്ടൊരു കൂട്ടം വന്നെത്തി. പാട്ടിൻ പേരിൽ നാട്ടിൽ പുതിയൊരു രോഗം കണ്ടെത്തി. രോഗം